ഓടിയെത്തിയ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവരോടൊപ്പം ഈ ഒരു വൻ പ്രോഗ്രാമിന് സത്യത്തിൽ കൊടുവള്ളി കണ്ട ഒരു വെറൈറ്റിയായ ഒരു ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമിൽ സാക്ഷ്യം വഹിക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ വ്യത്യസ്തമായ എന്നാൽ ദീർഘവീക്ഷണമുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിന് സാക്ഷികളാവാനാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇവിടെ പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതമോതുകയാണ്. എക്സ്ജെൻ ഫോർ നെക്സ്റ്റ് ജെൻ, എക്സലൻറ്റ് ജനറേഷൻ ഫോർ നെക്സ്റ്റ് ജനറേഷൻ. പേരുപോലെ തന്നെ കർമ്മമണ്ഡലവും പ്രസക്തമാവുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം കൊണ്ട് ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഏകദേശ ധാരണയുണ്ടായിരിക്കും. ആ പ്രോഗ്രാമിൻ്റെ പ്രൊജക്റ്റുകളുടെ ചെറിയൊരു വിശദീകരണമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു നാടിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്നത് അവിടെയുള്ള ബുദ്ധിയുള്ള വിവേകശാലികളായ കരുത്തരായ അഭിമാനബോധമുള്ള യുവതയാണ്. ആ യുവതയ്ക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എല്ലാമായിരുന്ന പ്രിയപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ ഓമനപുത്രനായ ശ്രീ ഡോക്ടർ MK മുനീറിൻ്റെ ക്രാന്തദർശിത്വത്തിൻ്റെ ഭാഗമായാണ് നമ്മുടെ കൊടുവള്ളിക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് എത്തിച്ചേരുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത്, അതിൻ്റെ ഒരു ചീഫ് അഡ്വൈസറായിട്ട് വരുന്നത് ഇന്ത്യയുടെ വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ഗ്ലോബൽ സിറ്റിസണായ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം MP ശ്രീ ഡോക്ടർ ശശി തരൂർ MP ആണ്. തീർത്തും അഭിമാനിക്കാം. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ, ഇങ്ങനെ ഒരു വേദിയിൽ, ഒരു സീറ്റിലിരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായത്. കാരണം ഒറ്റ കാരണമാണ്, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മുന്നിലിരിക്കാൻ പറ്റുന്നത്. നോക്കൂ, നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഏട്ടന്മാരും ഒക്കെ പുറത്താണ് ഇരിക്കുന്നത്. നിങ്ങൾ കരിയറിൽ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നോ അവിടേക്ക് കൈപിടിച്ച് നടത്താൻ വേണ്ടിയാണ് ഈ എക്സ്ജെൻ ഫോർ നെക്സ്റ്റ് ജെൻ നിങ്ങളോടൊപ്പം വരുന്നത്. ആഗ്രഹം മാത്രം പോരാ, അതിനു വേണ്ട മാർഗദർശനം, കറക്റ്റായ ഗൈഡൻസ് അത് നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. പ്രോഗ്രാം എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ട്. ഇവിടെയുള്ള മുഖങ്ങളിൽ നിന്നൊക്കെ പറയുന്നുണ്ട്, ടീച്ചർ എന്താ അങ്ങനെ വളരെ വലിച്ചു കൊണ്ടുപോകുന്നത്, ഒന്ന് പറ അല്ലേ. അപ്പം ഞാൻ വേഗം പറയാം. ആൻഡ് നമ്മുടെ ഗസ്റ്റ് ഇവിടെ എത്താനായിട്ടുണ്ട്, അതുകൊണ്ട് ദീർഘിപ്പിച്ച് സംസാരിക്കാൻ സമയവുമില്ല. എനിവേ, നമ്മുടെ ഒന്നാമത്തെ പ്രൊജക്റ്റ് സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ മുൻപുണ്ടായിരുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ പഠനം അവസാനിപ്പിക്കുന്ന രീതിയായിരുന്നു അല്ലേ. കാരണം നമ്മുടെ പെൺകുട്ടികളെ കെട്ടിച്ചു വിടണം, ആൺകുട്ടികളെ പണിക്ക് പറഞ്ഞേക്കണം. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 പാസ്സാവുന്ന അവസ്ഥയിലായി. വേണമെങ്കിൽ ഒരു ഡിഗ്രിയൊക്കെ ആവാമെന്നായി. എങ്കിലും തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു തൊഴിൽ എന്ന് പറയാൻ, ഒരു ജോലി എന്ന് പറയാൻ, ഒരു പ്രൊഫഷൻ എന്ന് പറയാൻ നമ്മൾക്കൊന്നുമില്ലാത്ത അവസ്ഥ വീണ്ടും. ഇതിനൊരു പരിഹാരം വേണ്ടേ? അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ആദ്യ ഭാഗം 10ാം ക്ലാസ് പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും +1 അഡ്മിഷന് സജ്ജമാക്കുക, അല്ലെങ്കിൽ അവരുടെ അഡ്മിഷൻ നടപടികൾക്ക് പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ നൽകുക. എല്ലാവർക്കും +1 അഡ്മിഷൻ എന്നത് ഈ പ്രൊജക്റ്റിൻ്റെ ഒന്നാമത്തെ എയിമാണ്. നിങ്ങളുടെ എല്ലാവരെയും ഒരു +1 നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, സാധാരണഗതിയിൽ നമ്മൾക്കിപ്പോൾ ഉള്ളത് 3 ബാച്ചാണ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. പിന്നീട് അഭിരുചി നേരത്തെ മനസ്സിലാക്കിയ കുട്ടികൾ അവർ ആർട്സ് +2 അല്ലെങ്കിൽ മ്യൂസിക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എനിവേ, നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഈ +1 അഡ്മിഷൻ നിങ്ങൾക്ക് നേടിത്തരിക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം. സത്യത്തിൽ +1-ൽ ഒരു പക്ഷേ ഫുൾ A+ ലഭിച്ചിട്ടോ അല്ലെങ്കിൽ ഫുൾ A+ ലഭിക്കാത്തത് കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യും, ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കോഴ്സാണോ തിരഞ്ഞെടുത്തത്? യെസ് ഓർ നോ? എവരിബഡി? I am not believing that.
ബിക്കോസ് ഐ എം എ +2 ടീച്ചർ. ഓക്കെ, ഞാനൊരു +2 ടീച്ചറാണ്. കാരണം ഞാൻ +2 സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ മക്കൾ എല്ലാവരും അങ്ങനെയല്ല അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ ആവാൻ കാരണം? നമുക്ക് നമ്മുടെ അഭിരുചി മനസ്സിലാക്കാൻ പറ്റിയില്ല, നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കാൻ പറ്റിയില്ല. കേട്ടോ, ആ വേർഡ് കേട്ടപ്പോൾ ഇവിടെ ഇങ്ങനെ അത് ശരിയാ അല്ലേ. എന്നിട്ട് ഡിഗ്രി ഇഷ്ടമില്ല പറഞ്ഞാൽ മോശമാണോ വിചാരിച്ചതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. അതിനോ റൈറ്റ്. അപ്പോൾ ഇവർ പറഞ്ഞെന്താണ്, അതായത് നമ്മുടെ അഭിരുചി നിർണ്ണയിക്കാനുള്ള മാർഗ്ഗമില്ല. റൈറ്റ്. അപ്പോൾ കൊടുവള്ളിയിലെ എല്ലാ കുട്ടികളും, കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ എല്ലാ കുട്ടികളെയും ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി നിങ്ങളുടെ അഭിരുചിയും താല്പര്യവും കണ്ടെത്തി, അവിടെ ആ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തിയാൽ പിന്നീട് ആ കരിയറിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് നമ്മുടെ മറ്റൊരു ലക്ഷ്യം. റൈറ്റ്. അപ്പോൾ അതിനുവേണ്ടി കേരള ഗവൺമെൻറ്റിൻ്റെ പരീക്ഷകളുണ്ട്, മറ്റു സ്വകാര്യ ഏജൻസികളുടെ പരീക്ഷകളുണ്ട്. ആ വിവിധ പരീക്ഷകൾ എഴുതി അതിൻ്റെ ഗ്രാഫിക്കൽ അനാലിസിസിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട കരിയറിനെ കുറിച്ച് സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നൽകാനും എല്ലാം ഇപ്പോഴും നിങ്ങളോടൊപ്പം ആരുണ്ടാവും? ദ ടീം X-Gen for Next Gen. റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെയാണ് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തി തിരിച്ചറിഞ്ഞു. ഇനി നമ്മൾ കരിയറാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്. സാധാരണഗതിയിൽ +2 സയൻസ് പാസ്സായ ഒരു കുട്ടി അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു കുട്ടി സാധാരണഗതിയിൽ ആഗ്രഹിക്കാറുള്ളത് മെഡിക്കൽ മേഖലയിലാണ് അല്ലേ. മെഡിക്കൽ മേഖലയിൽ നല്ലൊരു തൊഴിൽ എത്തിച്ചേരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ നിങ്ങൾക്ക് മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിനുള്ള എല്ലാവിധ ഗൈഡൻസും തരും. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, നീറ്റ് പരീക്ഷയ്ക്കുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ. അത് നിങ്ങൾക്ക് എയിംസിലാണോ പോകേണ്ടത്, അല്ല ജിപ്മറിലാണോ, അതല്ല നിങ്ങൾക്ക് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലാണോ, ഏത് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ ലഭിക്കാൻ താല്പര്യപ്പെടുന്നു, അതിനുവേണ്ട വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളോടുകൂടി ടീം X-Gen നെക്സ്റ്റ് ജെന്നിൻ്റെ മെൻറ്റേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതല്ല നിങ്ങൾക്ക് സാങ്കേതിക വിദ്യയുടെ ടെക്നോളജിയുടെ നിറഞ്ഞ മേഖലയിലേക്കാണ് പോകേണ്ടതെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായ IIT-കളിലോ NIT-കളിലോ അല്ലെങ്കിൽ IIIT-കളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ടഡ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ആണ് പഠിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അവിടെയും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ കേട്ടിട്ടുണ്ടാവും. JEE എക്സാമിന് എവിടെ പോകണം, എങ്ങനെ പോകണം, എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, JEE മെയിൻസ് ക്വാളിഫൈ ചെയ്താൽ എവിടെ പോവാം, JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ ലഭിക്കും, ഇങ്ങനെയുള്ള നിരന്തരമായ ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടി ഞങ്ങളുണ്ടാകും. അയ്യോ, ഈ മെഡിക്കലും എഞ്ചിനീയറിംഗ് ഒന്നും വേണ്ട, ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ, ടീച്ചർ എന്താ ഇങ്ങനെ പറയണത് അല്ലേ? ആ ഔട്ട് ഓഫ് ഫാഷൻ ആണെങ്കിൽ നിങ്ങളുടെ അഭിരുചി കറക്റ്റായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും നിത്യഹരിതം എന്ന് പറയപ്പെടുന്ന ഒരു ലോ പ്രൊഫഷനാണ് ഇഷ്ടമെങ്കിൽ, നിയമ പഠനമാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ദേശീയ പ്രാധാന്യമുള്ള നുവാൽസ് പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ ക്ലാറ്റിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു തരും, അതിനുള്ള ഗൈഡൻസ് തരും, അതിനുള്ള കോച്ചിങ് തരും. ഓക്കെ. അതുപോലെ കേരളത്തിലെ ഗവൺമെൻറ് ലോ കോളേജുകളിലേക്കും അല്ലെങ്കിൽ നിയമ പഠന സ്ഥാപനങ്ങളിലേക്കുമാണെങ്കിൽ ക്ലീ പരീക്ഷ എഴുതാം. ഇനി അതല്ല നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് മേഖലയിലേക്കാണ് പോകാൻ താല്പര്യമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? +2 പൂർത്തിയായ കുട്ടികൾക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകൾ അല്ലേ, രാജ്യത്ത് തലയെടുപ്പുള്ള അന്തർദേശീയ നിലവാരത്തിൽ നമ്പർ 1 എന്ന് പറയാവുന്ന സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകൾ. കോഴിക്കോട് കുന്നമംഗലം നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ IIM-ൽ +2 കഴിഞ്ഞാലുള്ള പ്രവേശന പരീക്ഷയുണ്ട്, അറിയാമോ? ഏതാണ്? ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ്, IPM. റൈറ്റ്. ഈ IPM പ്രവേശന പരീക്ഷ വഴി നമുക്ക് IIM ഇൻഡോറിലും IIM റോത്തക്കിലും പ്രവേശനം ലഭിക്കും. എങ്ങനെ പോവാമെന്ന് ചോദിച്ചാൽ പോകാനുള്ള വഴി ഞങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ IIM റോത്തക്കിലും IIM ഇൻഡോറിലും 2 വർഷം കഴിഞ്ഞാൽ കൊടുവള്ളിക്കാരുണ്ടാവില്ലേ? ഓക്കെ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ക്രാന്തദർശിയായ നമ്മുടെ സാരഥിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിന് ചൂഷണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് നിങ്ങളുടെ കൂടെ ഡ്യൂട്ടിയാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇനി അതല്ല, നിങ്ങൾക്ക് മാനേജ്മെൻ്റ് അല്ല ഇഷ്ടം, നിങ്ങൾ വരക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് ഇഷ്ടം എങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് പറഞ്ഞു തരും? ഞങ്ങൾ നിങ്ങൾക്ക്
ഡിസൈനിനെ കുറിച്ച് പറഞ്ഞു തരും. ദേശീയ സ്ഥാപനങ്ങളായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NIDകളുണ്ട്. NIDകളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് NID DAT. ഓക്കെ. ആൻഡ് ദെൻ നിങ്ങൾക്ക് ഫാഷൻ ടെക്നോളജിയാണ് താല്പര്യം, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ആണ് താല്പര്യം, നിഫ്റ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയുണ്ട്. ഇങ്ങനെ അതല്ല നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്ങോ മറ്റു ഡിസൈനിങ്ങോ താല്പര്യമുള്ളെങ്കിൽ IITMകളിലേക്കുള്ള UCED പരീക്ഷയുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി അത് ഏത് മേഖലയിലേക്കാണെന്ന് എത്തിക്കാനുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ആകെത്തുകയായിരിക്കും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. ഇനി അതല്ല, നിങ്ങൾക്ക് സോഷ്യൽ സർവീസാണ് ഇഷ്ടം, സാമൂഹ്യ സേവനം ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ സ്ഥാപനം എന്ന് പറയാവുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ആണ്, TISS അല്ലേ. TISSിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് TISS BAT. അവിടെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതല്ല, എനിക്ക് സയൻസ് പഠിക്കാനും പറ്റില്ല, പക്ഷെ IITയിൽ പഠിക്കുകയും വേണം, ഞാൻ എന്ത് ചെയ്യും? അപ്പോഴും ഉണ്ട് നമുക്കവിടെ ഓപ്ഷൻസ്. സയൻസ് പഠിക്കാൻ പറ്റില്ല, പക്ഷെ IITയിൽ എനിക്ക് പഠിക്കണം. എന്താണ് ഓപ്ഷൻ? HSEE പരീക്ഷയുണ്ട്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇതുവഴി നമുക്ക് IITകളിൽ MA ഡെവലപ്മെന്റ് സ്റ്റഡീസ്, അതായത് MA എക്കണോമിക്സിന്റെ ഒരു സിമിലറായ കോഴ്സ്, ആൻഡ് ദെൻ MA ഇംഗ്ലീഷ് പോലുള്ള കോഴ്സുകൾക്ക് ചേരാം. ഇങ്ങനെ അനവധി കോഴ്സുകളാണ് നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ നമ്മൾ അറിയുന്നതോ +2 കഴിഞ്ഞ് എൻ്റെ മോനൊരു അഡ്മിഷൻ കിട്ടണം, എന്താ ഇപ്പം ചെയ്യുക? കിട്ടാനുള്ള പണി നമ്മൾ എന്ന് തൊട്ട് എടുക്കണം എന്നറിയോ? +2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ ജൂലൈ മുതൽ അല്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ നമ്മൾ ഈ അപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങും. ഇപ്പം കൊറോണ പീരീഡ് ആയതുകൊണ്ട് ചെറിയ ചേഞ്ച് ഒക്കെ ഉണ്ട്, പക്ഷെ ആ ഒരു ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾ മുതൽ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ടി വരും. ഇനി അതല്ല, നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷകരാവാൻ, നമ്മുടെ ദേശത്തിൻ്റെ കാവലാളാകാനാണ് താല്പര്യം, പ്രതിരോധ നിരയിലേക്ക് എത്താനാണ് താല്പര്യം, ആർമിയിലോ നേവിയിലോ എത്താനാണ് നിങ്ങൾക്ക് താല്പര്യം, അല്ലെ എയർഫോഴ്സിൽ എത്താനാണ് താല്പര്യം എങ്കിൽ എന്ത് ചെയ്യണം? NDA പരീക്ഷകൾ എഴുതണം, നാഷണൽ ഡിഫൻസ് അക്കാഡമി നടത്തുന്ന പരീക്ഷകൾ എഴുതണം. ഇങ്ങനെ അനവധിയായ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ, നിങ്ങൾക്ക് വേണ്ടി ഗൈഡ് ചെയ്തു തരാൻ. ഇനി മർച്ചന്റ് നേവിയിൽ പോവാണെങ്കിലോ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ ചേരണം. ഇങ്ങനെ നിങ്ങൾ അറിയാത്തതും കേൾക്കാത്തതുമായ, നമ്മുടെ നാട്ടിലെ കുട്ടികൾ പോവാത്തതുമായ നിരവധി കോഴ്സുകൾക്ക് വ്യക്തമായ രൂപരേഖ നൽകുന്നതോടൊപ്പം നിങ്ങളെ അതിലേക്ക് ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കൂട്ടം മെന്റർമാർ, ഇതിൻ്റെ സംഘാടകർ എന്നതിലുപരി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ ഒരു മെന്റർഷിപ്പിലൂടെ നിങ്ങൾക്ക്, അതായത് സെലക്ട് ചെയ്ത കുട്ടികൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുകയും ഇത്തരം സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നമ്മൾ സാധ്യമാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പഠിച്ച് നല്ല ഉയരത്തിലെത്താൻ, ഈ നാടിൻ്റെ മുഖഛായ മാറ്റുന്നതിൽ വ്യക്തമായ പങ്ക് വഹിക്കാൻ പറ്റുന്ന ഒരു തലമുറയായി നമുക്ക് മാറണം. ഇതാണ് അപ്പം നമ്മുടെ ഒന്നാമത്തെ പ്രൊജക്റ്റ്. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയെ അവൻ ഏത് കോഴ്സാണോ ഇഷ്ടപ്പെടുന്നത്. ഇനി സപ്പോസ് നിങ്ങളൊക്കെ 10ാം ക്ലാസ് +2 മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഡിഗ്രി എന്താ പറയാത്തത് തോന്നുന്നുണ്ടാവും അല്ലേ? ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ ഇനി റിസർച്ച് മേഖലയിലാണ് പോകാൻ താല്പര്യമെങ്കിൽ ഗേറ്റ്, അതുപോലെ ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, അതുപോലെ JAM തുടങ്ങിയ നിരവധി പ്രവേശന പരീക്ഷകളുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുതരും, നിങ്ങളെ ഗൈഡ് ചെയ്യും, വിവിധ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും. റൈറ്റ്. അങ്ങനെ അതല്ല, നിങ്ങൾക്ക് ജോലിയാണ് ആവശ്യം, ഡിഗ്രി കഴിഞ്ഞു, അപ്പം നമ്മൾ എന്ത് ചെയ്യും? മത്സര പരീക്ഷകളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കും. അതിനുള്ള വഴിയും നമ്മൾ കണ്ടെത്തും. ഇങ്ങനെ അനവധിയായ പ്രോഗ്രാമിൻ്റെ ഒരു ചാർട്ടാണ്, അതിൻ്റെ ഒരു അംശമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങളെ ഒരു കറക്റ്റായ കരിയറിലേക്ക് ഗൈഡ് ചെയ്യുക എന്നതാണ് ഈ നെക്സ്റ്റ് ജെന്നിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതുകൊണ്ട് വരാൻ പോകുന്നത് എന്ന് നോക്കാം. റൈറ്റ്. ഇവിടെ നമ്മൾ ഇനി പറഞ്ഞു ഡിഗ്രി പൂർത്തിയായി, എന്ത് ചെയ്യും? നമ്മൾ ഡിഗ്രി പൂർത്തിയായി അല്ലേ? ഡിഗ്രി നമുക്ക് എപ്പോഴുള്ള പരാതിയാണ്, മലബാർ മേഖലയിൽ നിന്ന് ഭരണസിരാ കേന്ദ്രങ്ങളിൽ ആളില്ല എന്നും പരാതിപ്പെട്ട് CH പറഞ്ഞ പോലെ ആരാന്റെ വിറക് വെട്ടികളും വെള്ളംകോരികളായിട്ട് ജീവിക്കാൻ നമ്മൾ മെനക്കെടണോ? എവരിബഡി ഹാസ് ഓപ്പർച്യൂണിറ്റി അല്ലേ? നമുക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമ്മൾ അത് ഉപയോഗിക്കാത്തതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ നാടിനൊരു സാമൂഹിക പിന്നോക്കാവസ്ഥ ഉണ്ടാവാനുള്ള ഏക കാരണം നമ്മൾ വിദ്യാഭ്യാസത്തോട് മുഖം തിരിഞ്ഞതാണ്.
പക്ഷെ ഇപ്പം അങ്ങനെയില്ല. എല്ലാവരും പഠിക്കാനും പഠിപ്പിക്കാനും താല്പര്യപ്പെടുന്നവരാണ്. ഇനി നമ്മളങ്ങ് പഠിച്ചാൽ മതി. പക്ഷേ ഞാൻ പറയുന്നു, എൻ്റെ പൊന്നുമക്കളെ, ഞാനൊരു ടീച്ചർ എന്ന നിലക്ക് പറയാണ്, കാറ്ററിങ്ങിന് പോകുമ്പം പൈസ കിട്ടുമ്പം പഠനം നിർത്തരുത്. അത് പൈസ കിട്ടുക എന്നത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ, നമ്മുടെ മക്കൾക്ക് ഗൈഡൻസ് നൽകാൻ ഉടൻ തന്നെ ഇവിടെ ആരംഭിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് സിവിൽ സർവീസ് അക്കാഡമി. നമ്മുടെ എക്സ്ജെൻ ഫോർ നെക്സ്റ്റ്ജെന്നിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ് സിവിൽ സർവീസ് അക്കാഡമി. സിവിൽ സർവീസ് പ്രിലിംസ് പരീക്ഷയ്ക്കും സിവിൽ സർവീസ് പ്രിലിംസ് പരീക്ഷയുടെ ഭാഗമായ ജനറൽ സ്റ്റഡീസിനും സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ അക്കാഡമി വഴി നൽകും. അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS, ഇപ്പോഴത്തെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണത്. ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു പരീക്ഷയില്ല. KAS എന്ന് പറഞ്ഞൊരു പരീക്ഷയില്ല. ഇൻ കേസ് നിങ്ങൾക്ക് സിവിൽ സർവീസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർലി പ്രിപ്പയർഡ് ആയാൽ ധൈര്യമായിട്ട് സുഖമായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇന്നലെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടാവും. നമ്മളെ നാട്ടുകാരൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. റൈറ്റ്. ഇനി അടുത്തത്, ഇനി പലപ്പോഴും തന്നെ എനിക്ക് സിവിൽ സർവീസ് ഒന്നും ഇഷ്ടമില്ല അല്ലേ. അപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം ഞാൻ എന്തിനു പോവും? അയ്യോ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. പേടിക്കണ്ട, അവിടെയും നമ്മളുണ്ട് സെൻറ്റർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനായിട്ട്. സിവിൽ സർവീസിന് പുറമെ നോക്കൂ, IB, ഇൻ്റലിജൻസ് ബ്യൂറോ, CBI, NIA അല്ലേ, ഇതൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പല കേസുകളുടെയും കൂട്ടത്തിൻ്റെയും പേരിലാണ്. ഇതിനൊക്കെ ഒരുപാട് ഓഫീസുകളുണ്ട്. ഈ ഓഫീസിലൊക്കെ മലയാളികളുടെ എണ്ണം തുച്ഛമാണ്. നമ്മളുടെ മക്കൾ ഇതിനുള്ളൊരു ഗൈഡൻസ് കറക്റ്റായിട്ട് ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. OBC കോട്ടകൾ പോലും നികത്താതെ പോവുകയാണ് ഇത്തരം പരീക്ഷകളിൽ. അവിടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ SSC CHSL ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ, SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ തുടങ്ങിയ പരീക്ഷകൾക്കുള്ള മാർഗനിർദ്ദേശം നമ്മുടെ സെൻറ്റർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നൽകുന്നതാണ്. മറ്റൊന്ന് IBPS, ബാങ്കുകളിലേക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. ഏറ്റവും കൂടുതൽ പൊതുമേഖല ജോലി പ്രൊവൈഡ് ചെയ്യുന്ന റെയിൽവേയിലേക്ക്, കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് തുടങ്ങി അനവധി സ്ഥാപനങ്ങളിലേക്കുള്ള വ്യക്തമായ മാർഗനിർദ്ദേശവും ഗൈഡൻസും കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യാൻ എക്സ്ജെൻ ഫോർ നെക്സ്റ്റ്ജെൻസിൻ്റെ ടീം നിങ്ങളോടൊപ്പം കട്ടക്കുണ്ടാവും. നിങ്ങളുണ്ടാവില്ലേ? കൂടെ ഉണ്ടാവില്ലേ? റൈറ്റ്. ഇതാണ് ഒന്ന്. ഇനി നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞു സിവിൽ സർവീസ് നമ്മൾ ക്വാളിഫൈ ചെയ്തു. അപ്പോഴും എന്താ പ്രശ്നം? നമുക്ക് ഏറ്റവും വലിയ കടമ്പയായിട്ട് കിടക്കുന്നത് നമ്മുടെ ലാംഗ്വേജ് ആണ് അല്ലേ. ലാംഗ്വേജിന് എന്താ പ്രശ്നം? ലാംഗ്വേജ് നമുക്ക് കേട്ടാലൊക്കെ മനസ്സിലാവും, പക്ഷേ ഫ്ലുവൻസി ഇല്ല, ആക്സെൻറ്റ് റെഡിയില്ല അല്ലേ, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നമ്മുടെ സാരഥി തരുന്ന വാഗ്ദാനമാണ്, നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ലാംഗ്വേജ് ലാബുകളും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സെൻറ്റേഴ്സും സ്ഥാപിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷാ പരിജ്ഞാനം ഉണ്ടാക്കാം, വർദ്ധിപ്പിക്കാം. ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ക്രാന്തദർശിത്വത്തിൻ്റെ ഭാഗമാണ് ഇത്. പലപ്പോഴും സിവിൽ സർവീസ് മെയിൻസ് ക്വാളിഫൈ ചെയ്താൽ പോലും നമ്മുടെ മക്കൾ, മലബാറിലെ മക്കൾ പരാജയപ്പെടുന്നത് ഇൻ്റർവ്യൂവിലായിരിക്കും. അതിനുള്ള പരിഹാരമാവട്ടെ ഈ ലാംഗ്വേജ് ലാബുകൾ എന്ന് ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ നമ്മുടെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞു, നമ്മുടെ വലിയൊരു അംബീഷനൊക്കെ നമ്മൾ നേടി അല്ലേ. ഇനി നമ്മൾ ഈ വലിയ അംബീഷൻ നേടിയപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? ഇങ്ങനെയൊക്കെ അംബീഷൻ ഉണ്ടായിട്ടും ഐ ആം വെരി ഗ്ലൂമി അല്ലേ, ഞാൻ വളരെ സങ്കടമാണ്, അയ്യോ എനിക്കൊന്നും പറ്റില്ല, ഐ ആം വെരി ടെൻസ്ഡ് അല്ലേ. ആരെങ്കിലും അടുത്തുകൂടെ വന്നൊന്ന് തോണ്ടിയാൽ നമ്മളാകെ വാടിക്കൊഴഞ്ഞ് അല്ലേ, ആകെ ക്ഷീണിച്ച അവശനായി. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾക്ക് എന്ത് മാത്രം മതിയോ? വിദ്യാഭ്യാസം മാത്രം മതിയോ? പോരാ. എന്ത് വേണം? ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം നമുക്ക് വേണ്ടത് മെൻ്റൽ ഹെൽത്താണ്. കൗമാരക്കാരുടെ മാനസികാരോഗ്യത്തിന് അങ്ങേയറ്റം പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. ആരെങ്കിലും
പറഞ്ഞാലോ അല്ലെങ്കിൽ നോക്കിയാലോ തളർന്നു പോകുന്ന ഒരാളല്ല ഞാനെന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർന്ന് കാണിക്കാൻ, അല്ലേ, തൻ്റെ ഇടത്തോടു കൂടി ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി നമുക്ക് ഫിസിക്കൽ ട്രെയിനിങ് സെൻറ്റേഴ്സ്, ആയോധന കലകളെ അത്യാവശ്യം വേണ്ട ടെക്നിക്കൊക്കെ, അല്ലെ, നമ്മൾ ബസ്സിലൊക്കെ ഒരു വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ പോയി പഠിക്കണം, അല്ലേ, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നോക്കൂ, സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് QCET പരീക്ഷ വഴി നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കാം. അവിടെ ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ്. ആ പരിച്ഛേദത്തിൽ നിന്ന് ജീവിക്കുമ്പോൾ ഒരുപാട് 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 ടെൻഷൻ നമ്മൾ അനുഭവിക്കും. അവിടെ നമുക്ക് ശക്തമായ ഒരു മാനസിക ആരോഗ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെൻ്റൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. റൈറ്റ്? അപ്പോൾ അതിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലുകൾ ആരംഭിക്കുന്നത്. വീണ്ടും ഇവിടെ മുനീർ സാഹിബിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ട്. എന്താണ്? എല്ലാ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും സ്കൂൾ കൗൺസിലർമാരെ നിയമിക്കും. അതായത് കുട്ടികൾക്ക് സ്കൂളിലോ വീട്ടിലോ അതോ മറ്റു പൊതുസ്ഥലങ്ങളിലോ അല്ലാത്ത സ്വകാര്യ സ്ഥലങ്ങളിലോ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ മാനസികമായി വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങളോട് നിങ്ങൾക്ക് കരുത്ത് പകരാൻ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം. ഒരു പക്ഷേ അമ്മയോടോ അല്ലെങ്കിൽ ചേച്ചിയോടോ ആരും നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ സ്കൂൾ കൗൺസിലർമാർ നിങ്ങൾക്കുണ്ടാകും, അല്ലേ? ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സമാധാനം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ മണ്ഡലത്തിൽ ഒരു മൈൻഡ്ഫുൾനെസ് സെൻറ്റർ ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ വിഷമങ്ങൾ പറയുകയും സന്തോഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ മെൻ്റലി ഫിസിക്കലി ഒരു സ്ട്രോങ് ആയ തലമുറയെ വാർത്തെടുക്കുകയാണ് എക്സ്ജെൻ ഫോർ നെക്സ്റ്റ് ജെന്നിൻ്റെ മറ്റൊരു ഉദ്ദേശം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്? നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞു, അതുപോലെ എന്താണ് JNU, JMI, ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. നോക്കൂ, നമ്മുടെ CA NRC പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ ആരാണ് ആദ്യം പ്രതികരിച്ചത്? അല്ലേ? ഒരു വിരൽ ചൂണ്ടിയാണ്. ആരുടെ വിരലാണ് ചൂണ്ടിയത്? ഒരു പെണ്ണിൻ്റെ വിരലാണ് ചൂണ്ടിയത്. ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒട്ടേറെ സ്കോളർഷിപ്പ് സ്കീമുകളുണ്ട്. അതിനു പുറമെ NGOകൾ നൽകുന്ന, NGOകൾ പറഞ്ഞാൽ എന്താ? ഒരു ഏജൻസികൾ, അതുപോലെ വിവിധ ഏജൻസികൾ നൽകുന്ന, ഗവൺമെൻറ് ഫണ്ടല്ലാതെ മറ്റ് ഏജൻസികൾ നൽകുന്ന സ്കോളർഷിപ്പുകൾ ഉന്നത പഠനം ആഗ്രഹിക്കുന്ന നിയോജക മണ്ഡലത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരു കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് എങ്കിലും ലഭ്യമാക്കിയിരിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. റൈറ്റ്? അപ്പം നമ്മൾ സ്കോളർഷിപ്പ് വാങ്ങി പഠിക്കുന്ന കുട്ടികളാവണം. സ്കോളർഷിപ്പ് രണ്ട് വിധമുണ്ട്. ഒന്ന്, നമുക്ക് സ്വാഭാവികമായിട്ട് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന സ്കോളർഷിപ്പ്, അതാണ് ഈ പോസ്റ്റ് മെട്രിക്, പ്രീ മെട്രിക് പോലുള്ള സ്കോളർഷിപ്പ്. മറ്റൊന്ന് എന്താണ്? നമ്മൾ പഠിച്ചിട്ട് നേടുന്നത്, അതാണ് NTSC, അല്ലേ? നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. ക്വാളിഫൈ ചെയ്ത കുട്ടികൾ ഇവിടെ ഉണ്ടാവുമായിരിക്കും, അല്ലേ? ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞ് നമ്മൾ JRF ഉണ്ട്, ജൂനിയർ റിസർച്ച് ഫെല്ലോ തുടങ്ങിയ കോഴ്സുകളുണ്ട്. ഓക്കെ, അതുപോലെ പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെല്ലോ എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് ഉണ്ട്. നിങ്ങൾ സയൻസ് ഒക്കെ പഠിച്ച് നല്ല റിസർച്ചിലൊക്കെ പെർ മന്ത് 70,000 വരെ സ്കോളർഷിപ്പ് കിട്ടുന്ന സ്കീമുകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വെക്കാൻ എക്സ്ജെൻ ഫോർ നെക്സ്റ്റ് ജെൻ ഓൾവേസ് വിത്ത് യു. അതെല്ലാം നിങ്ങൾക്ക് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് TOEFL IELTS, അതാണ് TOEFL IELTS തുടങ്ങിയ ഭാഷാ നൈപുണ്യ പരീക്ഷകളാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയും ആരുണ്ടാകും? ഞങ്ങളുണ്ടാവും നിങ്ങളോടൊപ്പം. ഓക്കെ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ മണ്ഡലത്തിൽ ഒരു റിസർച്ച് സെൻറ്റർ, ഇങ്ങനെ വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഇതിന് നേതൃത്വം നൽകാനുമുള്ള ഒരു റിസർച്ച് സെൻറ്റർ നമ്മുടെ മണ്ഡലത്തിൽ ആരംഭിക്കും. അതോടൊപ്പം വിവിധ റിസർച്ച് സെൻ്ററുകളിലേക്ക് നമ്മുടെ കുട്ടികളെ കടത്തിവിടാനും എത്തിച്ചേരുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനു വേണ്ടിയുള്ള നിരന്തരമായ പ്രയത്നം എക്സ്ജെൻ നെക്സ്റ്റ് ജെന്നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ 25 വയസ്സ് പൂർത്തിയാകുന്ന നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ പൗരനും ഭരണസിരാകേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട റോളുകളിൽ, പ്രധാനപ്പെട്ട ഭരണ നിയന്ത്രണ മേഖലകളിൽ ജോലി ചെയ്യുന്ന
ഒരു മാറിയ കൊടുവള്ളിയുടെ മുഖഛായ ആയിരിക്കും അടുത്ത 5 വർഷം കൊണ്ട് നമ്മൾ കാണാൻ പോകുന്നത്. നാട്ടിലെ എല്ലാ കുട്ടികൾക്കും വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം നൽകി നിങ്ങൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത്, അതായത് കഴിവിൻ്റെ പരമാവധി അതിനെ ചൂഷണം ചെയ്ത് കാര്യഗൗരവത്തോടു കൂടി അതിനെ ഉപയോഗിച്ചാൽ മാത്രമേ ഈ പ്രൊജക്റ്റ് പൂർണ്ണമായും വിജയിക്കുകയുള്ളൂ. ഡോക്ടർ മുനീർ സാഹിബോ ഡോക്ടർ ശശി തരൂരോ വിചാരിച്ചത് കൊണ്ട് മാത്രം ഈ ഒരു പ്രൊജക്റ്റ് പൂർണ്ണ വിജയത്തിൽ എത്തുകയില്ല. അതിൻ്റെ ചോരയും നീരും ഉപ്പും എല്ലാം എന്താണ്? നിങ്ങളാണ്, നിങ്ങൾ മാത്രമാണ്. ഈ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ യുവജനതയാണ്. യുവജനത ഐ മീൻ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയാണ്. ഈ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി പറയുന്ന കൈ പൊന്തിച്ചൊരൊറ്റ യേസ് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റെൻഡ് ഫോർ നെക്സ്റ്റ് ജെന്നിൻ്റെ പ്രൊജക്റ്റ് അവതരണം ഞാനിവിടെ അവസാനിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചോരയും നീരും ഉപ്പുമാവാൻ തയ്യാറുള്ള പ്രിയപ്പെട്ടവരെ, റെഡിയല്ലേ എക്സ്റ്റെൻഡ് ഫോർ നെക്സ്റ്റ് ജെന്നിന് ഒന്നിച്ചു നീങ്ങാൻ? ആർ യു റെഡി? ഓക്കെ, താങ്ക് യു. ആൻഡ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചതിലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ രാജ്യത്തെ കേരളത്തിലെ ഒരു വിഷനറിയായ ഡോക്ടർ എം കെ മുനീർ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ലോഞ്ചിൽ പങ്കെടുക്കാൻ പറ്റിയതിലും രാജ്യത്തിൻ്റെ വിഷനറിയായ അല്ലെങ്കിൽ UN സെക്രട്ടറി ജനറൽ ആവാൻ വരെ അർഹതയുള്ള നമ്മളെ ഡോക്ടർ ശശി തരൂർ MP-യുടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു സംസാരിക്കാൻ സാധിച്ചതിൽ ഏറെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എന്നെ ശ്രവിച്ച പ്രിയപ്പെട്ട എല്ലാ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും, എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും, പ്രിയപ്പെട്ട നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദിയും സ്നേഹപുഷ്പങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു ഓൾ. ടീച്ചർ ഒരു നല്ല കയ്യടി കൊടുത്താലോ ടീച്ചർക്ക്? ഓക്കെ, താങ്ക് യു. മൊബൈൽ ഉണ്ടോ കയ്യിൽ? ഒന്ന് കയ്യിലെടുക്കുമോ? ഒന്ന് എടുത്തോളൂ, ഒന്ന് പൊക്കി പിടിക്കൂ മൊബൈൽ കാണട്ടെ. എല്ലാവരും എടുത്തുണ്ടോന്ന്? എല്ലാവരും ആയില്ല? മൊബൈൽ ഒന്ന് കയ്യിൽ പിടിക്കോ? ഓക്കെ. അടുത്ത ഒരു 5 വർഷത്തേക്ക് കൊടുവള്ളിയുടെ ചരിത്രം മാറ്റിമറിക്കാൻ ഉതകുന്ന ഒരു പ്രൊജക്റ്റാണ് ടീച്ചർ അവതരിപ്പിച്ചത്. ആ ഒരു വലിയ മുഹൂർത്തത്തിന് സാക്ഷിയായതിൻ്റെ ഒരു തെളിവ് നമ്മളൊരു സെൽഫി എടുത്തുകൊണ്ട് ആഘോഷിക്കുകയാണ്. റെഡി അല്ലേ? ആര് റെഡി? ആ ഫോണിൽ നിന്ന് കയ്യിലെടുക്കോ? ഞാൻ പറഞ്ഞിട്ടേ ക്ലിക്ക് ചെയ്യാവുള്ളൂ. ഒന്ന് ഫോൺ കയ്യിലെടുക്കൂ, ഒന്ന് കയ്യിലെടുക്കൂ. നമ്മളൊരു സെൽഫി എടുക്കാൻ പോവാണ്. റെഡി അല്ലേ? ഹലോ, ആർ യു റെഡി? ഒന്ന് കയ്യിലെടുക്കൂ. ഞാൻ സ്റ്റാർട്ട് പറയുന്ന സമയത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യണം. മാസ്ക് ഉള്ള ആൾക്കാർ ഒന്ന് മാറ്റിക്കോളൂ ചിരിക്കാൻ. ഓക്കെ, റെഡി? മൊബൈൽ കയ്യിലുണ്ടല്ലോ അല്ലേ? ഓക്കെ, റെഡി? 1 2 3 ക്ലിക്ക്. ഓക്കെ, താങ്ക് യു. കാട്ടില് ഒരുപാട് മൃഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശക്തനായ മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ ആനയാണ്. ഏറ്റവും സ്പീഡിൽ ഓടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ചീറ്റപ്പുലിയാണ്. ഏറ്റവും ഭംഗിയുള്ളത് മയിലാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കാട്ടിലെ രാജാവ് ആരാണ്? സിംഹമാണ്. അതെന്തുകൊണ്ടാണ്? എന്താ? സിംഹം എല്ലാ മൃഗങ്ങളുടെയും മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് ഗർജിക്കും അത്രേ. ആ ഒരു ചങ്കൂറ്റം കാണിക്കുന്നത് കൊണ്ടാണ് സിംഹത്തിനെ രാജാവാക്കിയത്. അതേപോലെ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ അടുത്ത 5 വർഷത്തേക്ക് കൊടുവള്ളി മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസ ഭാവിയെ മാറ്റിമറിക്കാനുള്ള ഒരു പ്രൊജക്ട് അവതരിപ്പിച്ച ആ ചങ്കൂറ്റത്തിന്റെ പേരാണ് ഡോക്ടർ MK മുനീർ സാഹിബ്. ഓക്കെ, ഇനി ഡോക്ടർ MK മുനീർ സാഹിബും ശശി തരൂർ MP-യും എത്രയും പെട്ടെന്ന് തന്നെ വേദിയിലേക്ക് എത്തും. വേദിയിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നിറഞ്ഞ കയ്യടിയോടുകൂടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുവരെ വൈ ദിസ് പ്രൊജക്ട് ഹിയർ, കൊടുവള്ളി മണ്ഡലത്തിൽ ഈ പ്രൊജക്ട് എന്തിനാണ് എന്നതിൻ്റെ ആവശ്യകതയെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി ദ ഗ്രേറ്റ് റിസർച്ച് സ്കോളർ, ഗ്രേറ്റ് മോട്ടിവേഷണൽ സ്പീക്കർ, ഐ ഇൻവൈറ്റ് ഫത്താഹ് റഹ്മാൻ ടു ദ ഡയസ്. താങ്ക് യു. Good evening to everyone. I'm reminding you about
our great chief guest today, Dr. Shashi Tharoor, the great writer and a former career international diplomat who is serving as a member of parliament, Lok Sabha from Thiruvananthapuram since 2009. He was previously Minister of the State in the Government of India for External Affairs from 2009 to 2010 and Human Resource Development from 2012 to 2014. He is a member of Indian National Congress and served as an official spokesman for the party from January to October 2014. I invite Mr. Fatahur Rahman to share X-Gen Next Gen mission. നമസ്കാരം. വെൽ അഫ്ലുവൻ്റ് ആണ്. എഡ്യൂക്കേഷനാണ് അദ്ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ മുന്നിൽ കാഴ്ചവെക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും. 22-ാം വയസ്സിൽ PhD നേടിയ, ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. 22-ാം വയസ്സിൽ PhD നേടുക എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അസംഭവ്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സപര്യ അദ്ദേഹം പൂർത്തീകരിച്ചത് ഈ നാട്ടിൽ നിന്നല്ല എന്നുള്ളൊരു മഹാഭാഗ്യം ഒരു പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 22-ാം വയസ്സിൽ അദ്ദേഹം ഫോറിൻ പോളിസിയിലാണ് അദ്ദേഹം PhD എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരം, നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ ആരാധകരായിരിക്കും. അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളുടെ, അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഭാഷാ നൈപുണ്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും ആരാധകരാണ്. ഇന്ന് രാജ്യത്ത് ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ ഉതകുന്ന ഒരാളെ പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും മുന്നോട്ട് വെക്കുന്ന ഒരു പേര് ഡോക്ടർ ശശി തരൂരിൻ്റെതായിരിക്കും. അത്തരത്തിലൊരു വ്യക്തിയെ കൊടുവള്ളിയുടെ മണ്ണിൽ കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംവദിക്കാൻ അവസരമൊരുക്കി എന്നുള്ളതാണ് മുനീർ സാഹിബിൻ്റെ ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ വ്യത്യസ്തതയായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരുപാട് ആരവങ്ങൾക്ക് വേണ്ടി സാക്ഷിയായ വേദിയാണ്. ആ വേദി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അതേപോലെ ഈ വേദിയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ആളുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 2016 ഇലക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1,68,000 വോട്ടർമാരടങ്ങുന്ന ഒരു മണ്ഡലമാണ് നമ്മുടേത്. ഈ മണ്ഡലത്തിൽ എത്രമാത്രം വിദ്യാർത്ഥികളുണ്ട്? അത് പക്ഷേ നിങ്ങൾ പലരും +2 പഠിക്കുന്ന ആളുകളായിരിക്കാം, +1 പഠിക്കുന്ന ആളുകളായിരിക്കാം. നിങ്ങളൊരു പക്ഷേ വോട്ടർമാർ പോലും ആയിരിക്കില്ല. എന്നിട്ടും നിങ്ങൾക്കാണ് ഈ ഒരു മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കാൽവെപ്പിന് നന്ദി കുറിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിനെനിക്ക് കൗതുകമൊന്നുമില്ല. പഠിക്കുക, വീണ്ടും പഠിക്കുക എന്ന് പഠിപ്പിച്ച ഒരു മഹാമനീഷിയുടെ പുത്രനാണ് അദ്ദേഹം. അത് പറഞ്ഞില്ലെങ്കിലേ നമുക്ക് അത്ഭുതമുള്ളൂ. നിരന്തരമായി വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞ ഒരു മഹാമനീഷിയുടെ പുത്രനാണ് അദ്ദേഹം നമ്മുടെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാതോർത്തിരുന്ന, നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ തന്നെയാണ്, നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തകൾ തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൽ അത്യധികം ചാരിതാർത്ഥ്യമുണ്ട്. ഈ വിദ്യാർത്ഥി സമൂഹത്തെ ഇങ്ങനെ കാണുമ്പോൾ ഈ സദസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളൊന്ന് കൈപൊക്കോ? ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, മെജോറിറ്റി ആർ ദ ഗ്രാജുവേറ്റ്സ്, ദെൻ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. PG ചെയ്യുന്ന ആളുകൾ മിനിസ്ക്യൂൾ മൈനോറിറ്റി, ദെൻ +2 and +1. ഡിഗ്രിയും നമ്മുടെ മണ്ഡലത്തിൻ്റെ ആദരണീയനായ സ്ഥാനാർത്ഥി ഈ വേദിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മോട് വന്നു ചേർന്നിരിക്കുകയാണ്. കൊടുവള്ളിയുടെ ഹൃദയത്തിൽ നിന്നുള്ള കയ്യടികൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സർവ്വ ആദരവുകളോടെയും സ്നേഹത്തോടെയും കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഡോക്ടർ മുനീർ സാഹബ്. കാലം കാത്തിരുന്ന കൊടുവള്ളിയുടെ നായകൻ,
അടുത്ത 5 വർഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രൊജക്ട് പ്രസന്റ് ചെയ്ത കൊടുവള്ളിയുടെ നായകൻ ഡോക്ടർ MK മുനീർ സാഹിബ് വേദിയിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും കൈയടിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുക. വെൽക്കം സർ. The man who smiled like blossom, great visionary, icon of Kerala Legislative Assembly. Words played to introduce him. Author, singer, artist, editor, and a man of vision of full of dreams. Actually, we are lucky to get him to Golden City of Kerala. Let's welcome with great applause Dr. MK Munir Sahib. വെൽക്കം മുനീർ സാഹബ്. കൊടുവള്ളി മണ്ഡലത്തിൻ്റെ ക്രീം എന്ന് പറയാൻ പറ്റുന്ന, ഇതിൻ്റെ സത്ത എന്ന് പറയാൻ പറ്റുന്ന ഒരു പരിച്ഛേദമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. വിദ്യാർത്ഥി സമൂഹം, നിങ്ങൾക്ക് വോട്ടുണ്ടോ, നിങ്ങൾ സമ്മതിദാനാവകാശം ഉപയോഗിക്കാൻ അവകാശപ്പെട്ട ആളുകളാണോ എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. നിങ്ങളോട് സംവദിക്കാൻ വേണ്ടിയിട്ട് ബഹുമാന്യനായ നേതാവ് നമ്മുടെ അടുത്തേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഈ പരിപാടി കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകൾ, ഈ പരിപാടിയിൽ നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരാൻ പോകുന്ന ആൾ, അതേപോലെ തന്നെ ഇതൊന്നും വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പരിപാടിയിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എന്തിനു വേണ്ടിയാണ് കൊടുവള്ളി നിയോജന മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു പരിപാടിയുടെ റെലവൻസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന ദൗത്യം വിശദീകരിക്കലാണ്. കൊടുവള്ളിയുടെ ഡെമോഗ്രഫി നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും. നമ്മളുടെ +1 +2 കഴിഞ്ഞാൽ ആൺകുട്ടികൾ പൊതുവേ നമ്മൾ ഗൾഫിലേക്കാണ് പോകാറ്. നമ്മൾ പ്രവാസികളാണ്, അല്ലെങ്കിൽ മറ്റു ഇതര ബിസിനസ്സിലേക്ക് തിരിയുന്ന ആളുകളാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന വേദികളിൽ നമ്മൾ അടക്കം പറഞ്ഞ് ചിരിക്കുന്ന ആളുകളാണ്. പഠിച്ച ആളുകൾ മെജോറിറ്റി, ഞാൻ ഈ സദസ്സിനെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ വേദിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് പെൺകുട്ടികളെയാണ്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് സ്വപ്നം കണ്ട ഒരു ദിനമാണിത്. ഒരുപാട് ആളുകൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഈ ഇരിക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവരൊക്കെ വന്നു ചേർന്നിട്ടുള്ള ഈ സദസ്സിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഫറൂഖ് കോളേജ് 1948 സ്ഥാപിതമാകുന്നത്. മലബാറിൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് വലിയ പങ്ക് വഹിച്ച, സ്വപ്നങ്ങളിലേക്ക് നടക്കാൻ മലബാറിലെ ആളുകളെ പ്രേരിപ്പിച്ച MGS പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്, ഒരു പക്ഷേ ഫറൂഖ് കോളേജ് ഇല്ലായിരുന്നെങ്കിൽ MGS എന്ന ഒരു ഹിസ്റ്റോറിയൻ നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന്. അത്തരത്തിൽ പ്രാധാന്യം അർപ്പിച്ച, അത്തരത്തിലുള്ള വലിയ പങ്കുകൾ വഹിച്ച ഒരു സ്ഥാപനം 1948 സ്ഥാപിതമായിട്ടും 1959 ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ആ ക്യാമ്പസിലേക്ക് കാലെടുത്ത് വെച്ചത്. പക്ഷേ നമ്മൾ നവോത്ഥാനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് പിന്നിലൊന്നുമല്ല. കാരണം ഹവാർഡ് യൂണിവേഴ്സിറ്റി 1600കളിൽ ഉണ്ടായിട്ടുള്ളതാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് 1900കളിലാണ് അവിടെ ആദ്യമായിട്ടൊരു പെൺകുട്ടി കാലെടുത്ത് വെക്കുന്നത്. നമ്മുടെ ഈ ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഏവരും കാത്തിരുന്ന ഈ ചടങ്ങിൻ്റെ മുഖ്യ ആകർഷണം ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകവേദികളിൽ ഇന്ത്യയുടെ നിറസാന്നിധ്യമായ, ഇന്റർനാഷണൽ സിറ്റിസൺ എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന, ലോകവേദികളിൽ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം കൊടുവള്ളിയുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം, കേരളത്തിന്റെ അഭിമാനം, വിശ്വപൗരൻ ഡോക്ടർ ശശി തരൂർ കൊടുവള്ളിയുടെ വിദ്യാർത്ഥികളെ നേരിട്ട് കാണാൻ ഇതാ വേദിയിലെത്തുന്നു.
Ladies and gentlemen, let's welcome the man who don't need any introduction. എല്ലാവരും Even though എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് സ്വീകരിക്കുക. the icon of Indian Parliament, the great writer, global citizen, and moreover, the founder of Tharurian English. And last, the man of all time. With a great loud applause, let's welcome the global citizen, Dr. Shashi Tharoor. Into this garden city here. Let's give him a great applause. Yes, it's all about the start. I invite Hafiz Muhammad to do welcome speech. I invite Hafiz Muhammad to do welcome speech. Hello. Distinguished guests, my beloved friends and everyone. How are you guys doing? I hope you guys are doing fine. And let me guys introduce to the program Next Gen for Next Gen. Excellent generation for the next generation. Well, before we start, let me introduce myself. My name is Hafiz Muhammad. And we, as the students, we are really happy to have these two great, wonderful gentlemen right here on the stage. Excellent Generation for the Next Generation is a program that is designed to revolutionize the education system. A program that is designed to create one of the best, one of the most talented, one of the best, one of the most talented workforce and work class in the world. As you guys know, X Generation for the Next Generation program. Also, we as the students, we have problems, we have issues, we have everything. We have a lot of concerns, we have ideas, we have everything. This is the time we have to use our opportunities to speak with Shashi Tharoor and Dr. M.K. Munir to tell us about our problem, etc. As you guys know that this problem is really hard. You know, a lot of students right here, a lot of people are struggling due to financial crisis, etc. We need to solve them. So right now, this is a stage. This is the only stage that we have. We never expected this program to come. And first of all, I want to thank you everyone who did this. So first of all, I would like to introduce the special guest to the stage, who is the former Under-Secretary General of the United Nations. Thank you, sir. Thank you, Hafiz Muhammad. Well, if you talk about Dr. Shashi Tharoor, he's known as the English man who knows a lot of vocabularies.
Well, when you think about, well, I did some research and I found that he has a different way of thinking. He has a different approach to solve a problem due to the past experiences that he got from working at UN Nations. Also, finally, we have Dr. M.K. Munir, the man that is behind this program, the father of this program. Without his presence, this program wouldn't have been taking place right here, right now. So I would like to also welcome the man behind the program, also the candidate of Kodowale, Dr. M.K. Munir Sahib. Also, finally, I just want to mention one thing. You know, we came all the way from different places, from inside Kodowale and outside Kodowale, a lot of places. We have to utilize the program right now. These two great gentlemen over here dedicated their time and dedicated their heart to this program. So we have to utilize them. So we have to ask them questions. We should ask our questions and ideas and everything so they can answer it. So we have to utilize the time, and I will expect one thing. You guys do one thing right now. That is one thing. The smallest contribution leads to a huge invite. So I would like to welcome you guys to the program XGen for Next Gen. Thank you. Thank you, Hafiz Muhammad, for your wonderful welcome speech. I invite Ms. Jyoti to introduce our chief guest, Dr. Shashi Tharoor. Good evening all. Mr. Shashi Tharoor was born on 9th March 1956 in London, United Kingdom. നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന വസ്തുത എന്തെന്നാൽ നമ്മുടെ പാലക്കാട് സ്വദേശികളായിട്ടുള്ള മാതാപിതാക്കളായിട്ടുള്ള ചന്ദ്രൻ തരൂറിൻ്റെയും ലേഖ മേനോൻ്റെയും മകനാണ് ശശി തരൂർ എന്നതാണ്. He spent his high school years at St. Xavier's College School in Kolkata from 1969 to 1971. 1975 ദില്ലി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും ചരിത്രത്തിൽ ബിരുദം നേടിയ അദ്ദേഹം വിദ്യാർത്ഥി സംഘടനയുടെ അധ്യക്ഷപദം അദ്ദേഹം അലങ്കരിച്ചു. ആൻഡ് ഓൾസോ ഹി ഫൗണ്ടഡ് ദ സെൻറ്റ് സ്റ്റീഫൻസ് ക്യൂസ് ക്ലബ്. Subsequently, he spent to United States to obtain an MA in International Relations at the Fletcher School of Law and Diplomacy under Tufts University in Medford. 1976-ൽ MA പഠനം പൂർത്തിയാക്കിയതിനു ശേഷം 1977-ൽ അദ്ദേഹം നിയമത്തിലും നയതന്ത്രത്തിലും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. He acquired PhD in International Relations and Affairs in 1978. While pursuing his doctorate, Mr. Tharoor was awarded Robert B. Stewart Prize for Best Students and was also be the first editor of the Fletcher's Forum of International Affairs. 22ാമത്തെ വയസ്സിൽ ഫ്ലെച്ചേഴ്സ് സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡോക്ടറേറ്റ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്നുള്ള ബഹുമതിയും അദ്ദേഹം കരസ്ഥമാക്കി. In 1996, Mr. Tharoor was appointed Director of Communication and Special Project and Executive Assistant to Secretary General Kofi Annan. 2001 ജനുവരിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ തലത്തിൽ പബ്ലിക് ഇൻഫർമേഷൻ വകുപ്പിൻ്റെ ഇടക്കാല മേധാവിയായി നിയമിതനായി. From 1st June 2002, he was confirmed as Under Secretary General from Communication and Public Information. He served as Under Secretary General till 2007 at the United Nations. 2009 മാർച്ചിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിൽ വിദേശകാര്യ സഹമന്ത്രിയായി അദ്ദേഹം അധികാരമേറ്റു. 2010-നും 2012-നും ഇടയിൽ he retained active in Parliament and was a member convener of the Parliamentary Forum on Disaster Management, വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, കോൺസുലേറ്ററി കമ്മിറ്റി ഓഫ് ഡിഫൻസ്, പബ്ലിക് അക്കൗണ്ടന്റ് കമ്മിറ്റി, ടെലികോം സംയുക്ത കോൺട്രിമെൻ്ററി കമ്മിറ്റി എന്നീ കമ്മിറ്റികളുടെ അംഗത്വവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്.
He participated in several important debates of the 15th Lok Sabha, including on the Lokpal Bill, the demand for grant of the Ministry of External Affairs and of the Ministry of Commerce and Industry, the back money debates, so on. In 2012, he was re-inducted into the Union Council of Ministers by Prime Minister Manmohan Singh with the portfolio of Minister of State for the Human Resource Development. കേന്ദ്ര മാനവ വിഭവശേഷി സഹമന്ത്രിയായിരിക്കെ അദ്ദേഹം മുതിർന്ന വിദ്യാഭ്യാസം, വിദൂര വിദ്യാഭ്യാസം, അക്കാദമിക സ്ഥാപനങ്ങളുടെ ഉയർന്ന നിലവാരമുള്ള ഗവേഷണം എന്നീ പ്രശ്നങ്ങളിലും വെല്ലുവിളികളും പ്രത്യേക താല്പര്യമെടുത്തു. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഫോറങ്ങളെയും സമ്മേളനങ്ങളെയും അഭിസംബോധന ചെയ്ത അദ്ദേഹം രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായ അവസരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ വെല്ലുവിളികളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് വിശദീകരിച്ചു. And he stressed that education is not only a social economic issue, but also a national security system. MP എന്ന നിലയിൽ വാർഷിക റിപ്പോർട്ടുകൾ പുറപ്പെടുവിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായി അദ്ദേഹം മാറി. He became MP of Trivandrum in the both subsequent elections. In addition to above all, the Mr. Tharoor is an acclaimed writer, having authored 19 best-selling works of fiction and non-fiction since 1981, which are centered on India and its history, culture, film, politics, society, foreign policies, and more related things. He has been honored and awarded numerous occasions and for his work. ഒരു ചിന്തകൻ, പണ്ഡിതൻ, രാഷ്ട്രതന്ത്രജ്ഞൻ, അചഞ്ചലമായ വായനക്കാരൻ, എഴുത്തുകാരൻ, ഉയർന്ന പ്രസംഗം കഴിവുള്ള പ്രഭാഷകൻ, ജനപ്രിയ നേതാവ്, അതെ, നമ്മൾ എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം, നമ്മൾ എല്ലാ മലയാളികളുടെയും സ്വകാര്യ അഹങ്കാരം. ഐ ആം പ്രസന്റിംഗ് മിസ്റ്റർ ശശി തരൂർ. Let's welcome the global citizen, Dr. Shashi Tharoor, to address the audience of the Golden City. താങ്ക് യു. ഈ അവസാനത്തെ 2 വാചകം കേട്ടപ്പോൾ ഞാൻ ശ്രീ MK മുനീറിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എഴുത്തുകാരൻ, ചിന്തകൻ, പാട്ടുകാരെന്ന് മാത്രം പറഞ്ഞില്ല, അതും ചെയ്യുമല്ലോ അദ്ദേഹം. കാർട്ടൂണിസ്റ്റ്, എന്തൊക്കെയാണ് മുനീറിന് ചെയ്യാൻ സാധിക്കാത്തത്? 5 തവണ, ഇതുവരെ 4 തവണ MLA ആയിട്ട് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച, നമ്മുടെ നാടിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രതിനിധിത്വം കൊടുത്ത ശ്രീ MK മുനീർ വീണ്ടും നിങ്ങളുടെ MLA ആവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ പിന്തുണ കൊടുക്കാനാണ് നിങ്ങളുടെ ഇടയിൽ എത്തിയിരിക്കുന്നത്. ശ്രീ MK മുനീർ ഒരു സുഹൃത്താണ്. ഞാൻ ഇന്നെന്നെ പറയായിരുന്നു, അദ്ദേഹം മന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഒന്നും ചോദിച്ചില്ലാലോ, ഒന്നും ആവശ്യപ്പെട്ടില്ലാലോ, എന്തൊരു കുറ്റമാണ് എൻ്റെ. കാരണം അദ്ദേഹം മന്ത്രി ആയിരിക്കുമ്പോഴും ഓരോരോ സാഹിത്യ പരിപാടിയിലാണ് നിങ്ങൾ കാണുക. അദ്ദേഹം ഒരു പബ്ലിഷറാണല്ലോ, ഓലിവ് ട്രീ ബുക്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം പല ഫങ്ഷൻസിന് എന്നെ ക്ഷണിച്ചു. ഞാൻ അദ്ദേഹത്തിന് 1-2 പുസ്തകങ്ങൾ ഡൽഹിയിൽ പ്രകാശനം ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ മന്ത്രിയായി ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരിക്കലും കൂടി ശല്യപ്പെടുത്തിയില്ല. അത് ശരിക്കും എൻ്റെ കഴിവില്ലായാണോ എന്നാണ് എനിക്ക് ഒരു സംശയം തോന്നുന്നത്. കാരണം ഇത്ര നല്ലൊരു സുഹൃത്ത് ഉണ്ടായിട്ട് നമ്മൾക്ക് നമ്മളുടെ നാട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ ആവശ്യപ്പെടായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, MK മുനീർ ഒരു കാര്യം ഏറ്റെടുത്താൽ എപ്പോഴും നന്നായി ചെയ്യും. അതുകൊണ്ട് നമ്മൾക്കറിയാം, അദ്ദേഹം സോഷ്യൽ ജസ്റ്റിസ് എംപവർമെൻറ്റ് മിനിസ്ട്രി നടത്തുമ്പോൾ പല പുതിയ പ്രോഗ്രാംസ് കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ ആ കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് അറിയും. ജനങ്ങൾക്ക്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചെവി കേൾക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട്. അത് ഈ സർക്കാർ വന്നിട്ട് അതിനെ നശിപ്പിച്ചു. പക്ഷേ അതിന് മുമ്പ് മുനീർ നന്നായി നടത്തിയിട്ടുണ്ടായിരുന്നു. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും പഞ്ചായത്തി രാജിൻ്റെയും മന്ത്രിയായിട്ട് അദ്ദേഹം 2 തവണ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, മികച്ച പഞ്ചായത്ത് മന്ത്രിയായിട്ട്. അപ്പോൾ ഇത്ര നല്ല ഒരു രാഷ്ട്രീയക്കാരെന്ന് പറയാൻ സാധിക്കില്ല, ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരു വിഷനറി നിങ്ങളുടെ പ്രതിനിധിത്വം തരാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംശയമായിരിക്കും തോന്നാൻ ആവശ്യമില്ല. ഇദ്ദേഹത്തിനാണ് നിങ്ങൾ വിജയിപ്പിക്കേണ്ടത്, ഇദ്ദേഹത്തെയാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഐക്യ ജനാധിപത്യ മുന്നണി ഞങ്ങളെല്ലാവരും കൂടി എഴുതിയെടുത്ത പ്രകടന പത്രികയിൽ ഞാനും മുനീറും അടുത്ത സുഹൃത്തുക്കളായിട്ട് പ്രവർത്തിച്ചു. എനിക്കിപ്പോൾ കൂടി ഓർമ്മയുണ്ട്, ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചെന്തായിരുന്നു, ഞങ്ങളെല്ലാവരും ഒരു മുറിയുടെ അകത്ത് ഇരുന്നിട്ട്, ഒരു മേശയുടെ ചുറ്റും ഇരുന്നിട്ട് ഞങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ എഴുതാൻ പോവല്ല എന്ന്.
അങ്ങനെയുള്ള പ്രകടന പത്രിക പലവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, പലതവണ ഇറങ്ങിയിട്ടുമുണ്ട്. ഞങ്ങൾ ആഗ്രഹിച്ചത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ജനങ്ങളോട് ചോദിക്കണം, എന്താ നിങ്ങളുടെ ആഗ്രഹം, എന്താ നിങ്ങൾ കാണാൻ ആവശ്യപ്പെടുന്നത് ഒരു പ്രകടന പത്രികയിൽ. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിങ്ങൾ എന്താണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പം ഞാനും മുനീറും കൂടി നിങ്ങളുടെ കോഴിക്കോടിലത്തെ SM സ്ട്രീറ്റിൽ ഒരു ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതിലത്തെ ഒരു ഭാഗം ഞങ്ങൾ SM സ്ട്രീറ്റിൽ പോയിട്ട് ഓരോരോ കടയിൽ കയറിയിട്ട് അവിടുത്തെ കടക്കാരോടും അവിടെ പ്രവർത്തിക്കുന്നവരോടും ഷോപ്പിംഗ് ചെയ്യുന്നവരോടും ചോദിച്ചു, എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം, ഈ കോവിഡ് മഹാമാരി സമയത്ത് വന്നിട്ട് ലോക്ക്ഡൗണൊക്കെ സംഭവിച്ചു, എന്ത് പറ്റിയേ, കട അടയ്ക്കേണ്ടി വന്നുവല്ലോ, അതിന് വാടക കൊടുക്കാൻ ആവശ്യമുണ്ടായിരുന്നു, വാടക നിങ്ങൾക്ക് വരവില്ലാണ്ട് വാടക കൊടുക്കാൻ എങ്ങനെ മാനേജ് ചെയ്തു, സർക്കാർ വല്ല സഹായം തന്നു, നിങ്ങളുടെ ജീവനക്കാരെ നിങ്ങൾ ജോലി കൊടുത്തുവോ, അവർക്ക് ശമ്പളം കൊടുത്തുവോ, അതോ അവരെ പിരിച്ചുവിട്ടുവോ. എന്നിട്ട് അവരോടും ചോദിച്ചു, നിങ്ങളുടെ അനുഭവം എന്താ, നിങ്ങളെങ്ങനെ മാനേജ് ചെയ്തു ഒരു ജോലിയും ഒരു കട തുറക്കാണ്ട്. അങ്ങനെയൊക്കെ സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടുത്തെ ടാക്സി ഡ്രൈവർമാരും ഓട്ടോറിക്ഷക്കാരോടും സംസാരിച്ച് നോക്കി. അവിടെ പോയിട്ട് ഞങ്ങൾ മുനീറിൻക്കൊരു ജ്യൂസ് വാങ്ങി തന്നെ ആ ജ്യൂസ് ഉണ്ടാക്കുന്ന ആളോട് സംസാരിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് പ്രകടന പത്രിക എഴുതാനുള്ള ഐഡിയാസ് വന്നത്. ഞങ്ങൾ പറയുന്നു, ഒരു ജനകീയ പ്രകടന പത്രിക എഴുതണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആൾക്കാരുടെ അഭിപ്രായം അറിഞ്ഞിട്ടാണ് എഴുതേണ്ടത്, നമ്മളുടെ സ്വന്തം അഭിപ്രായത്തിന് വെറുതെ ആവർത്തിച്ചുകൊണ്ടിരുന്നിട്ടല്ല. അതുപോലെ ഞാനും മുനീറും പോയിട്ട് പിന്നെ ദേവഗിരി കോളേജിൽ പോയിട്ട് വിദ്യാർത്ഥികളോട് സംസാരിച്ചു. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകും, ഈ ഐക്യജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പല പോയിൻറ്റ്സ് ഉണ്ട്. അത് ഭൂരിപക്ഷം വന്നിരിക്കുന്നത് വിദ്യാർത്ഥികളുടേതാണ്. ഞങ്ങൾ പറഞ്ഞു, ഹയർ എഡ്യൂക്കേഷനെ നമ്മൾ നന്നാക്കണം, അവർ നല്ലൊരു മാറ്റം കൊണ്ടുവരണം. അതിനൊരു കാരണമുണ്ട്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് നയിക്കുന്നൊരു സംഘടനമാണ് ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസ്. ആ ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസ്സിൽ ഞങ്ങൾ ഒരു സർവേ നടത്തി 10,000 എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്. ഇതിൽ അവർ മറുപടികൾ കിട്ടിയ ശേഷം ഞങ്ങൾ എന്താ കണ്ടുപിടിച്ച്, 66% എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് എൻജിനീയറിംഗ് ഡിഗ്രീൻ്റെ ആവശ്യമില്ല. അതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ അർത്ഥം അവർ പഠിച്ചത് വേസ്റ്റായി, അവർ അച്ഛൻ്റെയും അമ്മയുടെയും പണം ചിലവാക്കി എൻജിനീയറിംഗ് ഡിഗ്രി മേടിച്ചിട്ട് ആ ഡിഗ്രി ജോലി കിട്ടാൻ ഒരു ഉപയോഗമില്ല. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ പരിഹരിക്കും, എന്താ ചെയ്യേണ്ടത്, അവർ എഡ്യൂക്കേഷനെ കുറച്ചുകൂടി റെലവൻ്റ് ആക്കണം. എംപ്ലോയബിലിറ്റി, തൊഴിൽ കിട്ടാനുള്ള സാധ്യത അവർ പഠിപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തണം. യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ പോകുന്നത് സുഖിക്കാൻ മാത്രമല്ലല്ലോ, പഠിക്കാനുമാണ്. പക്ഷെ പഠിക്കുന്നത് ഒരു കാരണത്തിന്, ഒരു അവസരം നമ്മളുടെ ഫ്യൂച്ചർ ലൈഫിൽ കിട്ടാൻ വേണ്ടി, നമ്മുടെ ഭാവിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല പോലെ ഒരു റെലവൻറ്റ് എഡ്യൂക്കേഷൻ, എംപ്ലോയേഴ്സ് ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ടത്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒന്ന്, ഒരു ടൈം ബൗണ്ട് റിവ്യൂ കമ്മീഷൻ, 3-4 മാസത്തിനകത്ത് ഒരു കമ്മീഷൻ നടത്തും. അതിൽ നമുക്ക് അധ്യാപകരുണ്ടാവും, വിദ്യാർത്ഥികളുണ്ടാവും, അച്ഛനമ്മമാരുടെ പ്രതിനിധി ഉണ്ടാവും. പക്ഷെ വലിയ ടീമൊന്നുമല്ല, 6-8 പേരെ വെച്ചിട്ട് അവരോട് സംസ്ഥാനം മുഴുവൻ പോയി എന്താണ് ഹയർ എഡ്യൂക്കേഷൻ്റെ മാറ്റങ്ങൾ കാണേണ്ടതെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ എംപ്ലോയേഴ്സിനെയും ഉൾപ്പെടുത്തി അവരെന്താണ് ആഗ്രഹിക്കുന്നത് കാണാൻ, അതും കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ പുതിയ ഒരു എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരും സംസ്ഥാനത്തിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അതുമാത്രമല്ല, ഞങ്ങൾ തീരുമാനിച്ചു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും വിദേശ യൂണിവേഴ്സിറ്റീസും ഇതുവരെ കേരളത്തിൽ രണ്ടും ഇവിടെ വരാൻ സമ്മതിച്ചിട്ടില്ല. ഞങ്ങളതിനെ മാറ്റിയിട്ട് അവരെ സ്വീകരിക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ. നിങ്ങളെല്ലാവർക്കും ഒരു പക്ഷേ അറിയാം, പല ഗൾഫ് രാജ്യങ്ങളിൽ വിദേശ യൂണിവേഴ്സിറ്റീസ്, പ്രസിദ്ധപ്പെട്ട വിദേശ യൂണിവേഴ്സിറ്റീസ് വന്നിട്ട് ക്യാമ്പസ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറയുന്നു, ഈ തവണ കേരളത്തിൽ അവർ വരട്ടെ. ഒരു പക്ഷേ നമുക്ക് നമ്മളുടെ അച്ഛനമ്മമാരുടെ ശമ്പളവും കുറച്ച് ലാഭിക്കാം. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇന്ത്യൻ അച്ഛനമ്മമാർ $5 ബില്യൺ എല്ലാ വർഷവും ചിലവാക്കുന്നത് അവർ കുട്ടികളെ വിദേശത്തിൽ പഠിപ്പിക്കാൻ. $5 ബില്യൺ. അതിൻ്റെ ഒരു ഭാഗം കൂടി ഇന്ത്യയിൽ വന്ന് അവർ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യത്തെ ഗുണം ചെയ്യും. പക്ഷെ അവരെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേൾഡ് ക്ലാസ് സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവരണം. അതും നമ്മൾ ഒരു തീരുമാനമായി എടുത്തിട്ടുണ്ട്.
ഇത് ഞാൻ വെറും ഒരു വിഷയത്തിനെടുത്തൊരു ഉദാഹരണമായിട്ട് നമ്മുടെ പ്രകടന പത്രിക വായിക്കുകയാണെങ്കിൽ 35 പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ദീർഘമായി സംസാരിക്കാനല്ല ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് വല്ല ചോദ്യങ്ങളുണ്ടെങ്കിലും ഒരു ഇൻറ്ററാക്ഷൻ നടത്താനാണ് മുനീർ പറഞ്ഞത്, നിങ്ങളുടെ അഭിപ്രായം അറിയാനാണ്. പക്ഷേ ഒരു ഉദാഹരണം എടുത്ത് നമ്മളുടെ ഈ പ്രകടന പത്രിക ഇത് മാത്രമാണ് ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ. പ്രധാനപ്പെട്ടത് ഓഫ് കോഴ്സ് നമ്മൾ ഭരണത്തിലാണ് മാറ്റം കൊണ്ടുവരാൻ എല്ലാം വെച്ച് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരിക്കലും കൂടി അഭ്യർത്ഥിക്കുന്നു, മുനീറിന് വോട്ട് തന്നെ വിജയിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ വിജയം മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മാത്രമല്ല, നിങ്ങളെല്ലാവരും വിജയമായി മാറി വരും. നിങ്ങളുടെ ചോദ്യം എടുക്കാൻ ഇൻട്രാക്ഷൻ നടത്താൻ തയ്യാറാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇനി എന്താ ഫോർമാറ്റ്സ് നിങ്ങൾ വല്ലവരും? ശരി, എക്സലന്റ്. Wow, amazing. Actually, we are very lucky to get Dr. Tharoorji. Let's give him grand clap as a gratitude. Thank you, sir. Thank you a lot for your words. I invite Ms. Jyoti ma'am to introduce our guest, Dr. M.K. Munir Sahib, a man full of mission and dreams. ഹലോ. അന്നശ്ശേരിയിലെ മനത്താങ്കണ്ടിയിൽ 1962 ഓഗസ്റ്റ് 26 ഡോക്ടർ M.K. മുനീർ ജനിച്ചു. മുൻ കേരള മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗിൻ്റെ കരുത്തുറ്റ നേതാവുമായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ മകനും നിലവിലെ കേരള നിയമസഭയിലെ പ്രതിപക്ഷ ഉപാധ്യക്ഷനുമാണ് അദ്ദേഹം. കോഴിക്കോട് സെൻറ്റ് ജോസഫ് ഈദൻ, തിരുവനന്തപുരം സെൻറ്റ് ജോസഫ്, നിർമ്മല ഭവൻ എന്നീ സ്കൂളുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് കോളേജ് വിദ്യാഭ്യാസവും ബാംഗ്ലൂർ അംബേദ്കർ മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പഠനവും പൂർത്തിയാക്കി. He started his political career as a councillor in Calicut Cooperative in 1987. Starting from 1991, he was MLA, Member of Legislative Assembly for 5 times from various constituencies. He was assumed office of Minister of Public Work Department during 2001 to 2006 and was Social Welfare and Panchayat in UDF Minister 2011 to 2016. He is currently the Muslim League Parliament Party leader. Dr. Munir is a State Secretary of Muslim League Legislative. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഗായകനും എഴുത്തുകാരനും കവിയുമാണ്. ധാരാളം ഗസലുകളും പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഫാസിസവും സംഘപരിവാറും എന്ന കൃതിക്ക് 1998 C. അച്യുതമേനൻ പുരസ്കാരവും JKV അവാർഡും നേടിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു 3 വിചാരങ്ങൾ എന്ന കൃതിക്ക് SK പൊറ്റക്കാട് അവാർഡും ലഭിച്ചിട്ടുണ്ട്. Let us welcome the renowned face of Kerala politics and our UDF candidate for the forthcoming Kerala legislative election, Dr. M.K. Munir Sahib. The man who smiled like a blossom, great visionary and icon of Kerala Legislative Assembly. Words fail to introduce him, author, singer, artist and editor. Hello. And a man full of dreams and vision. Let's welcome Dr. Munir Sahib to address the audience. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ശശി തരൂർ അവരുകളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇവിടെ അണിനിരന്നിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായൊരു മുഹൂർത്തം കൂടിയാണിത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ ശശി തരൂർ
അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അടിവരയിട്ട് പറഞ്ഞതുപോലെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേരള രാഷ്ട്രീയത്തിന് ലഭിച്ചത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം ഒരു അന്തർദേശീയ വ്യക്തിത്വമാണ്. ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ, കോഫി അന്നനെ പോലെയുള്ള ലോകത്തെ ശക്തനായ സാരഥിയുടെ കൂടെ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ദീർഘമായി ഞാൻ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു ഐഡിയ, അതായത് പ്രത്യേകിച്ച് കൊടുവള്ളി മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി ഭാസുരമാക്കാൻ, അവരെ ഒരു എക്സലൻറ്റ് ജനറേഷനായി വരുന്ന എല്ലാ ജനറേഷനുകൾക്കും ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു തലമുറയായി വാർത്തെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ഞാൻ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയുമായി പീപ്പിൾസ് മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്ന സമയത്ത് ഇടപഴകിയ ആ സന്ദർഭത്തെ ഓർത്തത്. ഇത്രയും എക്സലൻ്റായി എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ ആ മാനിഫെസ്റ്റോയിൽ വരാനുള്ള പ്രധാന കാരണം അല്ല, പൂർണ്ണമായ കാരണം പ്രിയപ്പെട്ട ഡോക്ടർ ശശി തരൂരാണ്. അദ്ദേഹത്തിന് വലിയൊരു വിഷൻ ഇത് സംബന്ധിച്ചുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, അതിനുവേണ്ടി ഇവിടെ ഒരു റിവ്യൂ കമ്മീഷൻ ഉണ്ടാകണം എന്ന്. ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മുഴുവൻ അടിച്ചു വാർത്ത് പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും എംപ്ലോയബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടി, അതായത് തൻ്റെ വിദ്യാഭ്യാസം ആണ് തന്നെ താനാക്കിയത് എന്ന ഒരു ആത്മബോധമുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ റിവ്യൂ കമ്മീഷൻ്റെ റിപ്പോർട്ട് നമ്മെ സഹായിക്കും എന്നാണ് അദ്ദേഹം ഞങ്ങളോട് ആത്മാർത്ഥമായി പറഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാവി ഭാസുരമാക്കുന്ന ഒരു കാരണവശാലും നിങ്ങളുടെ വിദ്യാഭ്യാസം പാഴ്വേലയായി പോകാതിരിക്കുന്നതിന് വേണ്ടി ഓരോ വിദ്യാർത്ഥിയുടെ കൂടെയും ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ആദ്യം നൽകാനുള്ള ഉറപ്പ്. അവരെ സമൂഹത്തിൽ ഉന്നതമായി നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ അവർക്കങ്ങോട്ട് പണം കൊടുക്കാനും സഹായിക്കാനും പറ്റുന്ന രീതിയിൽ നിങ്ങളെ മാറ്റിയെടുക്കുക എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ധാരാളം ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടേക്ക് വരേണ്ടതുണ്ട്. ഇവിടെ നിന്നും ആളുകൾ ലണ്ടനിൽ പോയി പഠിക്കുന്നു, ഇവിടെ നിന്നും ആളുകൾ മറ്റ് രാഷ്ട്രങ്ങളിൽ പോയി പഠിക്കുന്നു, ജർമ്മനിയിൽ പോയി പഠിക്കുന്നു, കാനഡയിൽ പോയി പഠിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഈ കേരളമായിരിക്കണം എഡ്യൂക്കേഷൻ ഹബ്ബ്. അവിടെയുള്ളവർ ഇവിടെ വന്ന് പഠിക്കുന്ന രീതിയിലേക്ക് കേരളത്തെ മാറ്റും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാരണം. അങ്ങനെ പഠിക്കുന്ന എഡ്യൂക്കേഷൻ ഹബ്ബ് രൂപം കൊള്ളുമ്പോൾ ഈ കൊടുവള്ളി ആ എഡ്യൂക്കേഷൻ ഹബ്ബിൻ്റെ ഒരു സെൻട്രൽ പോയിൻ്റാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ഒത്തുചേരലിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് മാത്രം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് മറ്റ് പരിപാടികളുള്ളതുകൊണ്ട് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തെ പരമാവധി ഉപയോഗിച്ച് അദ്ദേഹത്തെ നമുക്ക് യാത്രയാക്കണം. കാരണം അടുത്ത പ്രോഗ്രാമുകൾ നമ്മൾ കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Thank you, Muniso, for your marvelous speech. കേരളത്തിനു വേണ്ടി പ്രകടന പത്രിക തയ്യാറാക്കിയ ഡോക്ടർ ശശി തരൂർ ഇതാ ഇവിടെ കൊടുവള്ളിയിൽ. അപ്പോൾ പിന്നെ കൊടുവള്ളിയുടെ പ്രകടന പത്രിക പൊതുജനങ്ങളെ കൊണ്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മൊബൈൽ ആപ്പ് വോയിസ് ഫോർ കൊടുവള്ളി ഉദ്ഘാടനവും ഡിജിറ്റൽ ലോഞ്ചിങ്ങും നിർവഹിക്കാൻ പോവുകയാണ് ഈ വേദിയിൽ. അതിനുവേണ്ടി
ഡോക്ടർ ശശി തരൂർ സാറിനെയും എം കെ മുനീർ സാഹിബിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Already we have a digital launching here. Thank you. Thanks a lot, Shashi Tharoor. Okay. Now we're going to start the interaction session. Already Dr. Munir Sahib said that Dr. Shashi Tharoor has a lot of programs today. So, okay, the Golden City students, get ready to ask, interact with Dr. Shashi Tharoor sir. Okay. Already മൈക്കുകൾ അവിടെയൊക്കെ പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സംസാരിക്കാനുള്ള സമയമാണ്, ചോദിക്കാനുള്ള സമയമാണ്. Yes, okay. Hello. Good evening, sir. Good evening. My name is Adil Abdurrazzaq. I'm studying Christ Redeemed University, Lavasa, Maharashtra. Yes. Sir, my first question is about privatization. Okay. So last week I was traveling from Mumbai back to home. Right. So I was facing a lot of like discomfort due to privatization. So in the train, we faced discomfortable. Like only one company is allowed to give a meal in the railway or in the train. So it was a Tata product. So it cost around 150, and people are not ready to pay for that. So and many problems are there. Hello. And many other problems are there faced by the people in India due to privatization. Sir, what will be your comment about this? You know, it's a difficult one to give you a simple answer, because the truth is that, you know, when you are running an enterprise like the railways, it is not a practical proposition to have multiple companies selling on the train. It's just simply not. Inside a moving train, once the doors are closed, you cannot have competing companies going. So what they do is they do a tender, and whoever wins the tender gets the contract. And after a while, if the complaints from the public are that these fellows are not satisfactory, in the next tender, someone else will do it. Same with, for example, if you
ഉണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ഷെഡ്യൂളിൽ അതിന് പറ്റുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനായിട്ടും അതുപോലെ റിസർച്ച് മേഖലയെ കുറച്ചുകൂടെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുത്ത് ഒന്നുകൂടെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടും ഇനി വേറൊരാശയം ഇറാസ്മസ് ഇൻറ്റേൺഷിപ്പ് പോലെ വൈവിധ്യമാർന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലുള്ളവർ പോയി പഠിക്കാനും അതുപോലെ അവിടെയുള്ളവർക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ അവസ്ഥകൾ മനസ്സിലാക്കാനും സാധിക്കുന്ന ആശയങ്ങൾ പോലെയുള്ള ഏതെങ്കിലും പുതിയ തരം പദ്ധതികൾ സാറുടെ മനസ്സിലുണ്ടെങ്കിൽ അതറിയാൻ ആഗ്രഹിക്കുന്നു. അതാണ് എൻ്റെ വിനീതമായിട്ടുള്ള ചോദ്യം. ഡെഫിനറ്റ്ലി താങ്കളുടെ ആദ്യത്തെ പോയിന്റ് തന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്തുകൊണ്ടാണ് ഞാൻ തന്ന ഉദാഹരണത്തിൽ ഇത്ര പേര് എൻജിനീയറിംഗ് പഠിച്ചിട്ട് അവർക്ക് എൻജിനീയറിംഗ് ജോലി കിട്ടാത്തത്? കാരണം ഇവർ പഠിക്കുന്നത് ശരിക്കും ഒരു എംപ്ലോയറിന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളല്ല. ടെക്സ്റ്റ് ബുക്സ് ഔട്ട് ഓഫ് ഡേറ്റ് ആണ്. പഠിപ്പിക്കുന്നവർക്ക് ഈ കണ്ടംപററി ലോകത്തിൽ എന്തൊക്കെയാണ് കമ്പനീസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ 21ാം നൂറ്റാണ്ടിലത്തെ ഈ 21 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ അനുഭവത്തിൽ എന്തൊക്കെയാണ് എൻജിനീയറിംഗ് അറിവ് ആവശ്യമുള്ളത്, അത് അവർക്ക് നിർബന്ധമായിട്ട് അറിയില്ല. ചില സ്ഥാപനങ്ങൾ, ചില IITs അതൊക്കെ എളുപ്പമായിരിക്കും. മറ്റേ പല കോളേജസിലും ആ ലെവൽ വരെ എത്തിയിട്ടില്ല. നിങ്ങളുടെ CET ഒരു പക്ഷേ ആ നല്ല കോളേജസിൻ്റെ ഇടയിലായിരിക്കും, പക്ഷേ ചില സ്ഥാപനങ്ങൾക്ക് ഇതൊരു സീരിയസ് പ്രശ്നമാണ്. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇൻഡസ്ട്രീൻ്റെ ഒപ്പം കൂടുതൽ ബന്ധം ആവശ്യമുണ്ട്. നമ്മളുടെ സ്റ്റുഡൻസിന് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്ന ശരിക്കുള്ള ഇൻ ദ റിയൽ വേൾഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ശരിക്കുള്ള പ്രവർത്തന ലോകത്തിൽ എന്തൊക്കെയാണ് രീതികൾ, എന്തൊക്കെയാണ് കണ്ടുപിടുത്തങ്ങൾ, എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നിങ്ങൾക്ക് പഠിക്കുമ്പോഴേ അറിയാനും നിങ്ങളുടെ അധ്യാപകർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ റിവ്യൂ കമ്മീഷനിൽ എൻ്റെ അഭിപ്രായത്തിൽ 1-2 എൻജിനീയറിംഗ് സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത എംപ്ലോയേഴ്സിനെ നമ്മൾ ഉൾപ്പെടുത്തണം. അവർ പറയാൻ സാധിക്കും വിച്ച് ഈസ് ദ ബെസ്റ്റ് വേ ടു കണക്ട്. അപ്പോൾ ഒരു ഉദാഹരണം, ഒരു ഇൻഫോസിസിൻ്റെ ഒരു ഷിബുലാലോ ഒരു ക്രിസ് ഗോപാലകൃഷ്ണൻ നമ്മൾ ഈ കമ്മീഷനിൽ വെച്ചാൽ അദ്ദേഹം CETയിലും പല എഞ്ചിനീയറിംഗ് കോളേജസിലും പോയിട്ട് ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തൊരു സമ്പർക്കമാണ് നിങ്ങൾക്കുള്ളത് ഇൻഡസ്ട്രീൻ്റെ ഒപ്പം. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ചത് ഒരു കമ്പനിക്ക് ഉപയോഗമില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പഠിപ്പും വേസ്റ്റാണ്, കമ്പനിക്കും ഗുണം കിട്ടിയില്ല. ഒരു സർവേ നടത്തിയിട്ട് ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ്, ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായി 6-7 വർഷമായി, FICCI എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, CII കൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇതൊക്കെ എംപ്ലോയേഴ്സിൻ്റെ കൂട്ടായ്മയാണ്. ഇവരൊക്കെ സർവേ നടത്തി അവരുടെ അംഗങ്ങളുടെ സോ അമംഗ്സ്റ്റ് എംപ്ലോയേഴ്സ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് അവർ ഗ്രാജുവേറ്റ്സ്. അപ്പോൾ അവിടെ 82% മറുപടി കിട്ടിയത് we are not satisfied with the quality, employability of the graduates coming out of Indian colleges. വിചാരിക്കൂ, അതിനർത്ഥം അവർ പറയുന്നു ഞങ്ങൾക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻസ്, റെസ്യൂമേസ്, ബയോഡേറ്റ ഞങ്ങൾക്കൊരു ഉപയോഗമായി കാണുന്നില്ല. നമ്മൾ തിരുവനന്തപുരത്തിൽ, താങ്കൾ അവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്കറിയാം ഇൻഫോസിസിൻ്റെ വലിയൊരു ക്യാമ്പസ് ഉണ്ട്. മൈസൂരിൽ പോയാൽ ഇൻഫോസിസിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി പോലെ ഒരു ക്യാമ്പസ് കാണാം. ശരിക്ക് ഞാൻ അതിലകത്ത് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയി എത്തിയെന്ന്. അങ്ങനെയുള്ള പല ക്യാമ്പസസ് ഞാൻ അമേരിക്കയിൽ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ ക്യാമ്പസ്? അവർ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത ശേഷം ഇത് ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ല, അവരുടെ പഠിപ്പിൻ്റെ പോരായെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ 1 വർഷം കൂടി പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു എൻജിനീയറിംഗ് ഡിഗ്രി കിട്ടി ഇൻഫോസിസിൽ ജോലി എടുത്തു വിചാരിച്ചാൽ അതോടെ നിങ്ങളുടെ പഠിപ്പ് കഴിഞ്ഞിട്ടില്ല. താങ്കൾക്ക് മൈസൂരിൽ പോയി 1 വർഷം ഒരു സ്റ്റുഡൻറ്റിനെ പോലെ ഇരുന്നിട്ട് പുതിയ കോഴ്സുകൾ പഠിച്ചിട്ട് 21ാം നൂറ്റാണ്ടിലത്തെ രീതികൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ജോലി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ സാധാരണ യൂണിവേഴ്സിറ്റീസിലും എഞ്ചിനീയറിംഗ് കോളേജിലും എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? അതൊരു കോൺക്രീറ്റ് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. താങ്കൾ പറഞ്ഞ ഉദാഹരണം വേണമെന്ന്, അതാണ് എൻ്റെ ഉദാഹരണം. അപ്പം നമ്മൾക്ക്, ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയം ഞാൻ കൂടുതൽ നേരം ഉണ്ടായിരുന്നില്ല ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മന്ത്രാലയത്തിൽ. ഞങ്ങൾ നാരായൺ മൂർത്തി സാറിനോട് റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞു ഓൺ അക്കാഡീമിയ ഇൻഡസ്ട്രി ഇൻ്റർഫേസ്. അത് ഞങ്ങൾ ഭരണം നഷ്ടപ്പെട്ടു പോയ ശേഷം BJP സർക്കാർ അതിനെ തൊട്ടിട്ടില്ല. പക്ഷേ അതുപോലെ എങ്ങനെയാണ് നമ്മളുടെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, അമേരിക്കയിൽ ഒരു കമ്പനി വന്നിട്ട് ഒരു എൻജിനീയറിംഗ് കോളേജിൽ പോയിട്ട് നോക്കൂ, ഞങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് വല്ല ഡോക്ടറൽ സ്റ്റുഡൻസ്, താങ്കളെപ്പോലെ ഒരു ഡോക്ടറൽ സ്റ്റുഡൻറ്റ് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് ഇതിൻ്റെ വയബിലിറ്റി സ്ഥാപിക്കാൻ സാധിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ സീഡ് മണി റിസർച്ച് ചെയ്യാൻ, ഗവേഷണം ചെയ്യാനുള്ള പണം ഞങ്ങൾ തരുന്നു മാത്രമല്ല, ഇതിനെ ഞങ്ങളൊരു റിയലിസ്റ്റിക് പ്രോഡക്റ്റായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചാൽ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഭാഗം അതിൻ്റെ റോയൽറ്റീസും തരാമെന്ന്. ഇപ്പോൾ വിചാരിക്കും എല്ലാവർക്കും വിൻ വിൻ ആണ്.
അവർക്ക് ആരെയും ഹയർ ചെയ്യാതെ അവർക്ക് ഫ്രീ ലേബർ, ഫ്രീ ബ്രെയിൻ പവർ കിട്ടി യൂണിവേഴ്സിറ്റിയിൽ. യൂണിവേഴ്സിറ്റിക്ക് പണം കിട്ടാനുള്ള സാധ്യതയുണ്ട്. സ്റ്റുഡൻറ്റിന് ഭയങ്കര ഒരു എക്സ്പീരിയൻസും കിട്ടി, ഒരു കമ്പനി ഇംപ്രസ് ചെയ്യാൻ അവസരമായി. അങ്ങനെയൊക്കെ ഇന്ത്യയിൽ വല്ലവിടെ ഉണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മൾ നാട്ടിൽ കൊണ്ടുവരുന്നതാണ് എൻ്റെ ആഗ്രഹം. ഇത് നമ്മൾ കുറച്ചും കൂടി ചെയ്യണം. അത് ചെയ്യും. അത് UDF ഭരണത്തിൽ വന്നാൽ ഇങ്ങനെയുള്ള റിഫോംസ് കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ആഗ്രഹം. താങ്ക് യു സർ. അടുത്തത് മൈക്ക് ആരുടെ കയ്യിലാണ്? ഹായ് സാർ. ഗുഡ് ടു ഹാവ് എ ലേഡി സ്റ്റുഡൻറ്റ്. പറയൂ. ഗുഡ് ഈവനിങ് സാർ. എൻ്റെ പേര് ഷാരോൺ. ഞാൻ PG സ്റ്റുഡൻ്റാണ്. ഞാൻ ഓമശ്ശേരി പഞ്ചായത്ത് വരുന്നു. സാർ, എൻ്റെ ചോദ്യം ഇതാണ്. പറയൂ. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം ഇതാണ്. എഡ്യൂക്കേറ്റഡ് ബട്ട് അൺഎംപ്ലോയ്മെൻറ്റ്. ഈ ക്രൈസിസിനെ നമുക്ക് ഓവർകം ചെയ്യുക എന്നതിലുപരി ഈ ക്രൈസിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? ഞാനിവിടെ ഒരു ഹിഡൻ അജണ്ട വെച്ചേക്കുന്നത് നമ്മുടെ പിൻവാതിൽ നിയമനമൊക്കെയാണ്. നമ്മളിവിടെ ഓരോരുത്തരും പാർട്ട് ടൈം ജോലി ചെയ്തും കഷ്ടപ്പെട്ട് ഫീസ് അടിച്ച് നമ്മൾ ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ പോയിട്ട് നമ്മൾ PSCക്ക് പഠിക്കുന്നു. നമുക്ക് നമ്മുടേതായ പഠിത്തത്തിനുള്ള സീറ്റ് കിട്ടുന്നില്ല. നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നാൽ പോലും അതിനുള്ള നമുക്ക് അർഹതയില്ല. അപ്പം ഇതിനുള്ള സാറിന് ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്? ഞാൻ M.Com ഫിനാൻസ്. M.Com ഫൈനാൻസ്. അത് ഭയങ്കര യൂസ്ഫുൾ സബ്ജക്റ്റ് ആണല്ലോ. എംപ്ലോയേഴ്സ് ഇങ്ങനെ ഒരു കഴിവുള്ള ഒരു എംപ്ലോയി ആവശ്യമുണ്ടാവണം. പക്ഷേ ജനറലി സ്പീക്കിംഗ് താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. എഡ്യൂക്കേറ്റഡ് ബട്ട് അൺഎംപ്ലോയിഡ് കേരളത്തിൽ വലിയ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈ കോവിഡ് മഹാമാരി വരുന്ന മുമ്പ് തന്നെ ഭയങ്കര ഹൈ ആയിരുന്നു. ഹയസ്റ്റ് ഇൻ ഇന്ത്യ ആയിരുന്നു. ഇപ്പോൾ കോവിഡ് മഹാമാരി വന്ന ശേഷം അതുമീതം മോശമായിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യൂണിവേഴ്സിറ്റീസും ആക്ച്വൽ ഇൻഡസ്ട്രീൻ്റെ ഒപ്പം സമ്പർക്കം കൂടുതലാക്കി ഒരു ഇൻറ്ററാക്ഷൻ നടത്താൻ. അത് പ്രത്യേകിച്ച് എൻജിനീയറിംഗ്, ടെക്നിക്കൽ ഏരിയാസിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. വേറൊരു ഐഡിയ വന്നിരിക്കുന്നത്, ഇത് വിദ്യാർത്ഥിനി തന്ന ഐഡിയ ആണ്. സെൻറ്റ് തെരേസാസ് കോളേജ് കൊച്ചിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കമ്പനീസിൻ്റെ ഒപ്പം ഇൻറ്റേൺഷിപ്സ്. അത് ഞങ്ങളൊരു സ്റ്റേറ്റ് പോളിസി ആയിട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറാണ്. അതിൻ്റെ അർത്ഥം താങ്കൾ പഠിക്കുന്നു, ഒരേ സമയത്ത് നമ്മളൊരു ക്ലിയറിംഗ് ഹൗസ് കൊണ്ടുവന്നിട്ട് ഇൻട്രസ്റ്റഡ് കമ്പനീസ് താങ്കളുടെ ഇൻട്രസ്റ്റും താങ്കളുടെ ബാക്ക്ഗ്രൗണ്ടും നോക്കിയിട്ട് താങ്കൾക്കൊരു ഇൻറ്റേൺഷിപ്പ് തരുന്നു. ഒരു പക്ഷേ അതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു പൈസയും കൂടി ഉണ്ടാവും, ഒരു പക്ഷേ ഉണ്ടാവില്ല. അത് കമ്പനി അനുസരിച്ചിട്ടും വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി നോക്കിയിട്ടുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എല്ലാ ദിവസവും അവർക്ക് വേണ്ടി കോളേജിലിരുന്നിട്ട് തന്നെ ഇൻ്റർനെറ്റ് വഴിക്ക് ഒരു 3-4 മണിക്കൂർ അവർക്ക് വേണ്ടി ചിലവാക്കാൻ സാധിച്ചാൽ താങ്കൾക്ക് ആ കമ്പനിയുടെ പ്രവർത്തനത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. താങ്കൾ അവർക്കുള്ള ജോലി സേവനം ചെയ്യാൻ സാധിക്കും. ഒരേ സമയത്ത് അവർക്ക് താങ്കളുടെ ക്വാളിറ്റി മനസ്സിലാക്കി നാളെ ഈ കുട്ടി നമ്മളൊപ്പം നല്ല ഇൻറ്റേൺഷിപ്പ് ചെയ്തു, കോളേജ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ ഇവർക്ക് ഓഫർ ചെയ്യുക ജോലിയെന്ന് അവർ വിചാരിക്കാൻ സാധിക്കും. അതൊരു എംപ്ലോയ്മെൻറ്റ് ഡയറക്റ്റഡ് പ്രോഗ്രാം വിതിൻ ദി യൂണിവേഴ്സിറ്റീസ് ആണ് ഈ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ചെയ്യാം. ചിലപ്പോൾ ഈ കോവിഡ് കാലമെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾക്ക് കമ്പനീസ് തന്നെ ഫിസിക്കലി പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനും സാധ്യതയുണ്ടാകും. പക്ഷേ ഇപ്പം തന്നെ നമ്മൾക്ക് ഇൻ്റർനെറ്റ് വഴിക്ക് ഈ കണക്ഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് 2 ഐഡിയ ആണ്. ഇനിയും ഐഡിയാസ് ഉണ്ടാവാം. പക്ഷേ ഒരു ജനറൽ പ്രോപ്പസിഷൻ അതും ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ട്. കേരളത്തിൽ നമ്മൾ വളർച്ച വേണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ യുവാക്കൾക്ക് ജോലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളർച്ചയുണ്ടാവണം. വളർച്ചയില്ലാതെ പറഞ്ഞ കമ്പനീസ് ഉണ്ടാവില്ല, പുതിയ തൊഴിലവസരങ്ങളോ ജോലി അവസരങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ അത് ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കേരളത്തിൽ സ്വീകരിക്കണം. അതിനു വേണ്ടി നമുക്ക് പല പ്രോഗ്രാംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാനിഫെസ്റ്റോയിൽ. ഇൻവെസ്റ്റേഴ്സ് ഈ നാട്ടിലേക്ക് വരാൻ വേണ്ടി വെറും സാധാരണ ഒരു എമേർജിങ് കേരള പറഞ്ഞ സമ്മിറ്റ് നടത്തിയിട്ട് ആൾക്കാർ വരും, പ്രസംഗിക്കും, പോവും, ഒരൊറ്റ പൈസ കിട്ടിയിട്ടില്ല കേരളത്തിന്. നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് കേരള ഈസ് ഓപ്പൺ ഫോർ ബിസിനസ് ഒരു സന്ദേശം കൊടുക്കണം. എന്താണ് ഇൻവെസ്റ്റേഴ്സ് വരാത്ത കാരണം? ഒരു കാരണം അവരെന്നെ പറയുന്നു, നമ്മുടെ കേരളത്തിൽ അവർ പണം ചെലവാക്കി ഇവിടെ ഒരു സ്ഥാപനം വെച്ചാൽ ചുവന്ന കൊടി കാണിച്ച് ഹർത്താൽ നടത്താൻ ആൾക്കാർ തയ്യാറാണ്. അതിനെ നമ്മൾ നിർത്തണം. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ കേരളം മാത്രമേ ഉള്ളൂ ഹർത്താൽ നടത്തേണ്ട ഒരു സംസ്ഥാനം. ബാക്കി എല്ലാവരുടെയും ഇതൊന്നും ആരും സീരിയസ് ആയി ചെയ്യില്ല. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ നിയമപ്രകാരം ലോ പാസ്സാക്കി ചെയ്യണം. ആർക്കും ഒരു ബിസിനസ്സിനെ ഫോഴ്സ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ അവകാശമില്ല. ആരും ഒരു ബസ്സിനെ തടുക്കാനോ ഒരു സ്കൂളിനെ അടയ്ക്കാനോ ഒരു ആസ്പത്രിയിൽ പോകാൻ സമ്മതിക്കാതിരിക്കാൻ
പാതെ തടുക്കാൻ അവകാശമില്ല. ജനാധിപത്യ അവകാശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം പ്രതിഷേധം ചെയ്തോളൂ, പക്ഷെ അന്യനെ ഉപദ്രവിക്കരുത്. അത് നിങ്ങൾക്കൊരു ജനാധിപത്യ അവകാശമില്ല. അത് നമ്മളൊരു ലോ പാസ്സാക്കിയാൽ നമ്മൾക്ക് ഇൻവെസ്റ്റേഴ്സിന് കുറച്ചുകൂടി അഷ്വറൻസ് കൊടുക്കും, കേരളത്തിൽ വന്നാൽ അവരുടെ ബിസിനസ് നഷ്ടമാവില്ല. അതേപോലെ തന്നെ ഞങ്ങളൊരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട്, അത് ഒരു ലീഗൽ റിക്വയർമെൻറ്റ് പാസ്സാക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ IT മേഖലയിൽ നിങ്ങൾക്കറിയാം, ഒരു മണിക്കൂർ കഴിഞ്ഞാൽ സ്ത്രീകളെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല. പക്ഷേ IT കമ്പനീസിന് ഭൂരിപക്ഷം അവരുടെ ബിസിനസ് വെസ്റ്റേൺ രാജ്യങ്ങൾ, അമേരിക്ക, ഇംഗ്ലണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സമയവ്യത്യാസമുള്ള കാരണം രാത്രിയാണ് അവർ പ്രവർത്തനം വെച്ച് കൂടുതൽ വരിക. അപ്പോൾ പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കാൻ അവർക്ക് ഇമ്പോസിബിളാണ്. കാരണം നിയമപ്രകാരം കുട്ടികൾക്ക് വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ട് 7 മണി കഴിഞ്ഞിട്ട് ജോലി എടുക്കാൻ അവകാശമില്ല കേരളത്തിൽ. അതിനൊക്കെ മാറ്റം ഒരു പുതിയൊരു IT ആക്ട് കൊണ്ടുവന്നിട്ട് IT മേഖലയ്ക്ക് വേണ്ടി പ്രത്യേക ചില കാര്യങ്ങൾ GTech എന്ന് പറഞ്ഞ ഈ ടെക്നിക്കൽ കമ്പനീസിൻ്റെ നേതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ ഉൾപ്പെടുത്തണം. ഫൈനൽ തിങ് ഈസ്, നമ്മൾ ഒരു ബിസിനസ് സ്ഥാപിക്കുന്നു വിചാരിച്ചോളൂ. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ മുതൽക്ക് ശ്രീ മുനീർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പല ഇൻവെസ്റ്റേഴ്സും എന്നോട് പറയുന്നത് എന്താണ്, ആ സിംഗിൾ വിൻഡോ എത്താൻ വേണ്ടി 21 വാതിൽ ആദ്യം മുട്ടണം. അപ്പോൾ ഞങ്ങളൊരു ചെറിയോടെ എഴുതി ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഒരു സിംഗിൾ ഡോർ ക്ലിയറൻസ് തരാം നിങ്ങൾക്ക്. 21 വാതിൽ മുട്ടാൻ ആവശ്യമില്ല, ഒരേ ഒരു വാതിൽ മുട്ടിക്കോളൂ, ഞങ്ങൾ എല്ലാ ക്ലിയറൻസും വേഗമാക്കി തരാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്നു, നമ്മളതിനെ സ്വീകരിക്കുന്നു, നമ്മൾ അവരെ വരാൻ പറയുന്നു. എന്നിട്ട് അവർ വന്നു കഴിഞ്ഞാൽ ഒരു കഥ ഒരാൾ പറഞ്ഞത് എന്തായിരുന്നു, പെർമിഷൻ കിട്ടി, എല്ലാ പെർമിഷൻ വാങ്ങി, സിംഗിൾ വിൻഡോ, സിംഗിൾ 21 വാതിൽ എല്ലാം അടിച്ച് ചെയ്തു, പണം ചിലവാക്കി ഒരു ഫാക്ടറി കെട്ടിയിട്ട് പ്രവർത്തനം ആരംഭിക്കുന്ന ദിനം ആരോ എന്തോ കേസ് ഫയൽ ചെയ്ത് പെട്ടെന്ന് ഇയാളുടെ ബിസിനസ് മുടങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ഹാരസ്മെൻറ്റ് വരാതിരിക്കാൻ നമ്മൾ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ നമ്മൾ അതും കൂടി കൊണ്ടുവരണം. ഇതെല്ലാം ഞാൻ പറയുന്നതാണ്, ഇന്ത്യയുടെ ആദ്യത്തെ സംസ്ഥാനമായിരിക്കും ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് ഇറക്കാൻ. പക്ഷെ അത് ചെയ്താൽ നമുക്ക് എന്ത് ഗുണമുണ്ടാവും? ഇൻവെസ്റ്റേഴ്സ് കേരളത്തിനെ ഭയപ്പെടുത്തി ഓടിപ്പോണ പകരം കേരളത്തിൽ കൂടുതൽ വന്നിട്ട് ഇവിടെ അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്ഥാപനങ്ങൾ ആരംഭിച്ചാൽ അതോടെ തൊഴിലും ജോലി അവസരങ്ങൾ കൂടും. എന്നിട്ട് നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ ഓപ്ഷൻസ് കുറച്ചും കൂടി വരും. കേരളം വിട്ടിട്ട് വേറെ സംസ്ഥാനത്ത് പോയി ജോലി തരാൻ ആവശ്യമുണ്ടാവില്ല. അതാണ് ഞങ്ങളുടെ സ്വപ്നം. അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. താങ്ക് യു സർ. നമസ്കാരം സർ. ഹലോ, എൻ്റെ പേര് അൻഷ കരീം. എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. വെരി ഗുഡ്. ഇതൊരു ലാസ്റ്റ് ചോദ്യമായിരിക്കും കേട്ടോ. എൻ്റെ അടുത്ത ചടങ്ങിൽ പോകാൻ കുറച്ച് താമസിച്ചുപോയി. മുനീർ സാറുണ്ടല്ലോ, അദ്ദേഹത്തെ പിടിച്ചോളൂ നിങ്ങൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയും. +2 സ്റ്റുഡൻറ്റ് പറയും. ഞാനൊരു സയൻസ് വിദ്യാർത്ഥിയാണ്, പക്ഷേ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉപരിപഠനത്തിനെടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പൊതുവെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾക്ക് കരിയറിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ബി എ ഡോക്ടർ ഓർ എൻ എഞ്ചിനീയർ. അതാണ് മലയാളി അച്ഛനമ്മമാരുടെ വിശ്വാസം. അപ്പോൾ സാറിൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്, സാറ് പഠനകാലത്ത് സയൻസ് സബ്ജക്ട്സുകളും ടോപ്പ് സ്കോർ ആയിരുന്നിട്ടും ഹ്യൂമാനിറ്റി സ്ട്രീം എടുത്ത് പഠിക്കുകയും ഇപ്പോൾ ആ മേഖലയിൽ സക്സസ്ഫുൾ ആവാം എന്ന് ഞങ്ങൾക്ക് തെളിയിച്ചുകൊണ്ട് ഞങ്ങളെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ലിറ്ററേച്ചർ മേഖലകളിൽ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ്? ഞങ്ങൾക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ എവിടെ നിന്ന് കിട്ടും? അയ്യോ, നല്ല സ്ഥാപനങ്ങൾ എല്ലാവിടെയും ഉണ്ട് കുട്ടി. അതിനെക്കുറിച്ച് സംശയം വേണ്ട. പക്ഷെ താങ്കൾ എല്ലാം വെച്ച് പ്രധാനപ്പെട്ട ഒരു ആവശ്യം എനിക്ക് പറയാനുള്ളത്, ഫോളോ യുവർ ബ്ലിസ്. നിങ്ങളുടെ സ്വന്തം ഇൻട്രസ്റ്റും പാഷനുമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. രാവിലെ എണീച്ചിട്ട് നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു സബ്ജക്റ്റിൽ അച്ഛനെയും അമ്മയും സന്തോഷിപ്പിക്കാൻ വേണ്ടി പഠിക്കാൻ പോണത് ശരിക്ക് ഒരു വേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കൾ പറഞ്ഞ കഥ, ഇത് സത്യമാണ്. ഞാൻ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ എല്ലാറ്റിലും എനിക്ക് പരീക്ഷ എഴുതാൻ അറിയുന്ന ഒരു കുട്ടിയായിരുന്നു. ഞാൻ എല്ലാറ്റിലും ഫസ്റ്റായി വന്നു. ഈ സ്ട്രീമിംഗ് ഞങ്ങൾ ആ കാലത്ത് 9ാം ക്ലാസ്സാണ് സ്ട്രീമിംഗ് വരിക. അപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് വേണമെന്ന് പറഞ്ഞു. ടീച്ചർമാരും സ്കൂൾ പ്രിൻസിപ്പലൊക്കെ ഭയങ്കര അപ്സെറ്റായി എൻ്റെ അച്ഛനമ്മയും സ്കൂളിലേക്ക് വിളിച്ചു. പറഞ്ഞു, എന്താണ് ഈ കുട്ടി ഞങ്ങളുടെ ബെസ്റ്റ് സയൻസ് സ്റ്റുഡൻ്റാണ്, എന്തുകൊണ്ടാണ് ഇയാൾ ഹ്യൂമാനിറ്റീസ് എടുക്കണം ചോദിച്ചപ്പോൾ അച്ഛനമ്മയും ഭയങ്കര സങ്കടം. അവർക്കും ഡോക്ടറും എഞ്ചിനീയറുമാണ് വേണ്ടത് വീട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സബ്ജക്റ്റിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അവർ പറഞ്ഞു, നിങ്ങൾ ഫസ്റ്റ് ആണല്ലോ ക്ലാസ്സിൽ. ഞാൻ പറഞ്ഞു, എനിക്ക് പരീക്ഷ എഴുതാൻ അറിയും, പക്ഷേ സയൻസ് പരീക്ഷ എഴുതിയ അടുത്ത ദിവസം ഞാൻ എല്ലാം മറക്കും.
നിങ്ങൾ ചരിത്രത്തെക്കുറിച്ചോ ലിറ്ററേച്ചറിനെ കുറിച്ചോ എന്നോട് ചോദിച്ചോളൂ. ഞാൻ സിലബസിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ വായിച്ച് നിങ്ങളോട് പറഞ്ഞുതരാൻ സാധിക്കും. അതാണ് എൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ എൻ്റെ സ്വന്തം ഇൻട്രസ്റ്റ് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പഠിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. ഭാഗ്യത്തോടെ എൻ്റെ ആ കാലത്തിൽ എൻ്റെ അച്ഛൻ അത്ര വലിയ മനസ്സായിരുന്നു. അതേപോലെ ശരി, നീ ഇഷ്ടപ്രകാരം പഠിച്ചോ. അതേപോലെ ഞാൻ അപ്പോഴും ഇന്ത്യയിലെല്ലാം വെച്ച് നല്ല മാർക്കാണ് കിട്ടി പാസ്സായത് എൻ്റെ സീനിയർ കേംബ്രിഡ്ജ് പരീക്ഷ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തായാലും നീ ഉപയോഗമുള്ള ഡോക്ടറും എഞ്ചിനീയറും ആവാൻ സാധിക്കില്ല, സയൻസ് പഠിച്ചില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് എക്കണോമിക്സ് ഓണേഴ്സ് പോയി പഠിക്കുക, നല്ലൊരു ജോലി കിട്ടും, കുറേ പണം സമ്പാദിക്കുക എന്നാണ് അച്ഛൻ്റെ അമ്മയുടെ വിചാരം. ഞാൻ പറഞ്ഞു, എനിക്ക് എക്കണോമിക്സിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല, കണക്കിലും മാത്സിലും ഒന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഹിസ്റ്ററിയാണ് വേണം. ഹിസ്റ്ററി കൊണ്ട് നീ എന്താ ചെയ്യാൻ പോകണം? ഞാൻ എനിക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യാൻ പോകണം. പക്ഷേ എനിക്ക് 3 വർഷം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റിൽ പഠിക്കേണ്ടത് ചോദിച്ചപ്പോൾ വീണ്ടും അച്ഛനും അമ്മയും എന്നെ സമ്മതിച്ചു. അപ്പോൾ ശരിക്കും ഞാൻ അച്ഛനമ്മമാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് പ്രത്യേകിച്ച് പറയുകയാണ്, നിങ്ങളുടെ കുട്ടികളുടെ താല്പര്യത്തെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണം. നിങ്ങളല്ല അവരുടെ ജീവിതം നയിക്കാൻ പോകുന്നത്, അവർ തന്നെയാണ്. അവർ രാവിലെ എണീച്ച് ജോലിക്ക് പോകുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തം ഇൻട്രസ്റ്റിനെ പെർസ്യൂ ചെയ്യാൻ അവസരം കൊടുക്കണം. അതാണ് പ്രധാനപ്പെട്ട. അത് എന്ത് പഠിച്ചാലും ലെറ്റ് ഇറ്റ് ബി വാട്ട് യു കെയർ അബൌട്ട്. പിന്നെ ശ്രീ മുനീറിനെ പോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഒരു സബ്ജക്റ്റ് പഠിക്കണമെന്ന് മാത്രമല്ല, പഠിക്കുന്ന സമയത്ത് കലാമേഖലയിലോ പാട്ട് മേഖലയിലോ ലിറ്ററേച്ചറിലൊക്കെ നിങ്ങൾ സൈഡിൽ ഇൻട്രസ്റ്റ് എടുക്കുക. ഞാൻ ലിറ്ററേച്ചർ പഠിച്ചിട്ടേ ഇല്ല. അപ്പം പഠിച്ചു പറഞ്ഞാൽ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജ് ചരിത്രമാണ് പഠിച്ചത്. എൻ്റെ മേജർ വാസ് ഇൻ ഹിസ്റ്ററി, മൈ മൈനർ വാസ് ഇൻ എക്കണോമിക്സ്, സബ്സിഡിയറി സബ്ജക്റ്റ് എന്ന് പറയും. പക്ഷേ ഞാൻ പിന്നെ സാഹിത്യം എൻ്റെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി വായിച്ചു. ഞാൻ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആഫ്റ്റർ മൈ കോളേജ് വർക്ക്, ബിക്കോസ് ഐ വാസ് ഇൻട്രസ്റ്റഡ്. നിങ്ങൾക്ക് ഈ കാലത്ത് ഓഫ്കോഴ്സ് ടെലിവിഷൻ ഉണ്ട്, മൊബൈൽ ഫോണുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, എന്തൊക്കെയോ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്ര പുസ്തകങ്ങളുടെ ഒപ്പം തന്നെ ഇരിക്കാനൊരു നിർബന്ധം തോന്നില്ല. ഞാനെപ്പോഴും പറയും, എൻ്റെ ഭാഗ്യമായിരുന്നു എൻ്റെ കാലത്തിൽ അത്ര ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ. ഇപ്പോൾ പുസ്തകമേ ഉണ്ടായിരുന്നുള്ളൂ. ബുക്സ് ഫോർ മൈ എഡ്യൂക്കേഷൻ, ബുക്സ് ഫോർ മൈ എസ്കേപ്പ്, ബുക്സ് ഫോർ മൈ എൻ്റർടൈൻമെൻറ്റ്. പക്ഷേ യു ഡു വാട്ട് ഇൻട്രസ്റ്റ് യു ആൻഡ് ദ റെസ്റ്റ് വിൽ ഫോളോ. പിന്നെ ആസ് ഫാർ എസ് ജോലിയാണെങ്കിൽ അവസാനത്തിൽ ഒരു വലിയ വ്യത്യാസം എന്താണ്, നമ്മൾ സയൻസിൽ യു ആർ ടോട്ട് വാട്ട് ടു തിങ്ക്. എൻജിനീയറിംഗിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് റിസൾട്ട്. സയൻസിൽ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു ഇമ്മ്യൂട്ടബിൾ ലോസ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇതാവാൻ സാധിക്കും അതാവാൻ സാധിക്കുന്ന പ്രശ്നമില്ല. ബട്ട് ഹ്യൂമാനിറ്റീസ് ടീച്ചേഴ്സ് യു ഹൗ ടു തിങ്ക്, നോട്ട് വാട്ട് ടു തിങ്ക്. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ നമ്മൾ എന്താണ്, പല കാര്യങ്ങൾ ലോകത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഗ്രേയിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരേ ഫാക്സിനെ എടുത്തിട്ട് വിചാരിക്കുന്നത് താങ്കൾ ആ ഒരേ ഫാക്സിനെ കണ്ടിട്ട് വേറൊരു അഭിപ്രായം ഉണ്ടാവാം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു വിഷയത്തിന് സിന്തസൈസ് ചെയ്തിട്ട് ആക്ഷൻ എടുക്കാൻ തോന്നുന്നത്, ഇതെല്ലാം നമുക്ക് ഹ്യൂമാനിറ്റീസ് വഴിക്ക് ചെയ്യാനാണ് കുറച്ചുകൂടി എളുപ്പം. കാരണം മറ്റേതിലൊക്കെ ഇറ്റ്സ് യെസ് ഓർ നോ, ദിസ് ഓർ ദാറ്റ്, ഓൺ ഓർ ഓഫ്. അതാണ് എൻജിനീയറിങ്ങും സയൻസും ഒക്കെ ഒരു വ്യത്യാസം. നമ്മൾക്കിതല്ല ഹ്യൂമാനിറ്റീസിൽ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു എംപ്ലോയർ അല്ല, പക്ഷേ ഓഫ്കോഴ്സ് ആയാം. എൻ്റെ ചെറിയൊരു പാർലമെൻ്ററി ഓഫീസിൽ 4-5 പേര് എംപ്ലോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറയണത്, എനിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പഠിച്ചവർ ഭയങ്കര യൂസ്ഫുള്ളാണ്. ദേ ആർ അഡാപ്റ്റബിൾ, അൺഫെമിലിയർ. ജീവിതം എന്ന് പറഞ്ഞ പരീക്ഷയിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ ചോദ്യങ്ങൾ നോക്കിയിട്ട് പഠിക്കാൻ സാധിക്കില്ലല്ലോ. ശരിക്കുള്ള പരീക്ഷ പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിൽ കുട്ടികൾ ചെയ്യുക. കഴിഞ്ഞ വർഷം ഈ ചോദ്യമൊന്നും നമുക്ക് അറിയാൻ ആവശ്യമില്ല, ആദ്യം ചോദിക്കില്ല. പക്ഷേ ശരിക്കുള്ള ലൈഫിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം, പ്രതീക്ഷയില്ലാത്ത ചോദ്യങ്ങൾ വരും. അപ്പം അതിനെ എങ്ങനെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെ ഉത്തരം കൊടുക്കേണ്ടത്, ദാറ്റ് കംസ് ബെറ്റർ വിത്ത് ഹൗ ടു തിങ്ക്. സോ ഡീലിംഗ് വിത്ത് ദി അൺഫെമിലിയർ. പിന്നെ എന്തൊക്കെ ജോലിയാണെന്ന് പറയാൻ ആവശ്യമില്ല. ദർ ഇസ് എ സ്റ്റഡി ബൈ ദി ഓക്സ്ഫോർഡ് മാർട്ടിൻ സ്കൂൾ. അവർ പറയുന്നു 2030 ഈ ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന ജോലികളിലത്തെ 30% ജോലി ഇന്ന് നിലവിലില്ലാത്ത ജോലികളാണ്. അപ്പോൾ ഹൗ ഡു യു പ്രിപ്പയർ ഫോർ എ ജോബ് ദാറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്? പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാൻ അറിഞ്ഞാൽ, നിങ്ങൾക്ക് ഹൗ ഡു യു തിങ്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇല്ലാത്ത ജോലികൾ വല്ലവരും ഇൻവെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള ക്രിയേറ്റിവിറ്റിയും നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് ഇഷ്ടം പ്രകാരം പഠിക്കൂ, പക്ഷേ ആ ഇൻട്രസ്റ്റോടും ആ ഇൻവോൾവ്മെൻറ്റോടും നാളെക്കുറിച്ച് ഒരു അഡാപ്റ്റബിലിറ്റി കാണിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ റെഡിയായി നിൽക്കണം. അതാണ് എൻ്റെ സജഷൻ. Thank you, sir. Thank you, sir, for cooperating this interactive session. താങ്ക് യു. ഇദ്ദേഹത്തെ നിർബന്ധിക്കുന്ന ഒരു പോയിന്റ് ചെറുതായിട്ട്, എനിക്ക് തീരെ സമയമില്ല. എൻ്റെ പേര് അൻവർ മഹാദശി. പറയും. ഇന്ത്യ ഒരു G8 കൺട്രിയുടെ നിലവാരത്തിലും കേരളം അറ്റ്ലീസ്റ്റ് ഒരു സിംഗപ്പൂർ സ്റ്റേറ്റിൻ്റെ നിലവാരത്തിലായി കാണാൻ വേണ്ടി
രൂപം കൊണ്ട മഹാദേശം പ്രസ്ഥാനത്തിൻ്റെ വളണ്ടിയറാണ് ഞാൻ നിങ്ങളുടെ വീഡിയോയും പുസ്തകമൊക്കെ വളരെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്തിട്ട് സാറിൻ്റെ സെക്രട്ടറി ജ്യോതിഷിന് അയച്ചു കൊടുത്തിരുന്നു. സാറ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ജ്യോതിഷ് ഇപ്പം എൻ്റെ ഒപ്പം ഇല്ല, അദ്ദേഹം സർക്കാർ സേവനം തിരിച്ചുപോയി. പക്ഷേ പിന്നെ എന്തായിരുന്നു ആ ഡോക്യുമെൻറ്റിൽ? സാറ് ഓക്സ്ഫോർഡിൽ പ്രസംഗിച്ചതും അതുപോലെ തന്നെ ഇറ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ പുസ്തകത്തിലും വായിച്ചപ്പോൾ അതിൽ ബുദ്ധിപരമായ സത്യസന്ധത കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയുണ്ട്. എൻ്റെ വ്യക്തിപരമായതാണ്. ഞാൻ അതിന് പ്രതികരിച്ചിരുന്നു. 2 ഡോക്യുമെൻ്ററിയും ചെയ്തു. ഒരിക്കലും കൂടി അയച്ചു തരൂ. പറയാം. ഇമെയിൽ വഴിക്ക് office@tharoor.in വായിച്ചു നോക്കാം. സാർ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ GDP ലോകത്തിൻ്റെ 25% ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് അത് വളരെ 2% എത്തി. സാർ ഇത് ശരിയാണോ? അതെ, ഇത് ബ്രിട്ടീഷ് സ്കോളറാണ് ആംഗസ് മാഡിസാണ് സ്ഥാപിച്ചത്. ആ സമയത്ത് ഇന്ന് കാണുന്ന പ്രബല അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ മുതലായ രാജ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇന്ത്യയും ചൈനയും മാത്രമാണെന്ന് പ്രബലമായിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നു, ഫ്രാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് ഇത്ര സ്ട്രോങ് ആയിരുന്നില്ല. എനിക്ക് പറയാനുള്ളത് സാർ 1757 റോബർട്ട് ക്ലൈവും കൂട്ടരും പ്ലാസി യുദ്ധം ജയിച്ചതിന് ശേഷമല്ലേ നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെയും സമഗ്ര പുരോഗതികളുടെ പാതയിലൂടെ പിച്ചു വെച്ച് തുടങ്ങിയത്. ശരിക്കും അവർ നമ്മളെ മോചിപ്പിക്കുകയല്ലേ ചെയ്ത്. ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കൊടും ക്രൂരരായ പൈശാചികരായ ഭരണാധികാരികൾ നമ്മുടെ ഭരണാധികാരിയായിരുന്നില്ലേ. അവർ ശരിക്കും അവരല്ലേ മോചിപ്പിച്ചത്. ശരിക്കും 1947 നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയല്ലേ ചെയ്ത്. ഒരു ദീർഘ ചർച്ചയായിരിക്കും നമ്മുടെ ഇടയിൽ. ഇന്ന് തീരെ സമയമില്ല അൻവർ മുഹമ്മദ്. പക്ഷേ എൻ്റെ പുസ്തകം താങ്കൾ വായിച്ചിട്ടെങ്കിൽ ഇതിനെല്ലാറ്റിനും മറുപടി ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് താങ്കൾക്കറിയാം. എന്തായാലും ഇത്ര നന്നായി കേട്ടിട്ട് എന്നെ ചോദ്യം ചോദിച്ചു. Sorry, sir. I am Muhammad Ashraf. Hello. Pursuing PhD in linguistics. Do you believe that there is a necessity of adding moral education in school curriculum as a separate discipline? No, I would rather put moral education right into the curriculum from the first grade onwards. When I was minister, we introduced in the CBSE system a values education syllabus. It may still be there. I hope it's still there. And we believe very strongly that values must be taught from the earlier stage. For example, we must be teaching boys to respect girls from class 1. So we don't have all these nonsense cases of harassment of women and violence against women that we are seeing. Similarly, moral values of what is good, what is wrong. I went to 2 Jesuit schools, Catholic schools. I see that Munir went to a Christian college. In those schools, they had a thing called moral science. That is, they would teach the Bible catechism to the Catholic children, and to the non-Catholics, there was moral science, which was ethics without the Bible, with some of the same stories also, the Good Samaritan parable and so on, you would learn. In that way, you can actually teach ethics without education, without religion, I beg your pardon, in your education program, in such a way that no one is offended. Because whether it is Islam or Christianity or Hinduism or Sikhism or anything else, some of the core values of justice, compassion, kindness to human beings, thou shalt not kill, thou shalt not do bad things, thou shalt not steal, thou shalt not lie, these are there in every faith. So inculcating these ethical principles in children from a very young age is extremely good to create better human beings and better citizens of India. I agree with you there. Thank you. Thank you all very much. Sir, one more question, sir. ഇത് തീരില്ല. Last question, sir. വിരോധമില്ലെങ്കിൽ. And finally, we have a special gift to Dr. Shashi Tharoor and Munir Sahib. I welcome Aisha Shafrin from Manakot. She is studying in JDT to present it. How sweet. ആരാണ് ഈ കുട്ടിയൊന്ന് ആദ്യം കാണാലോ. ഹലോ. ഹായ്. എന്താ പേര്? മുഹമ്മദ് ആസിം. അപ്പോൾ എന്താ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോൾ? സ്കൂളിൽ വേണ്ടിയിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകുന്നില്ല അല്ലേ? ഇല്ല, സ്കൂളിൽ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഷ്റഫ്, എല്ലാ പിന്തുണ തരണം. മുനീർജിക്ക് താങ്കളുടെ കേസിനെ കുറിച്ച് അറിയുന്നുണ്ട്. ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകും കേട്ടോ, എല്ലാ വിധത്തിലും. സ്ട്രോങ് ആയിരിക്കും. വെൽ ഡൺ, വെൽ ഡൺ. സ്റ്റേ വെൽ. Azim or Asif? Asim. Okay, Azim. Good luck.
He must be allowed to continue. ഇങ്ങനെ ഒരു താല്പര്യം ഒരു കുട്ടിയെ നമ്മൾ പിടിച്ചു നിർത്തണം. നോക്കാസും ഞങ്ങളുടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മുനീർ സാർ പേഴ്സണലി നോക്കും കേട്ടോ, ഒരു സംശയമില്ല. പേര് Wow. Child Achiever Award. Congratulations. Consider. 15. ഞങ്ങളുടെ എല്ലാ പിന്തുണയും എന്തായാലും സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഭരണത്തിൽ നമ്മൾ ചെയ്തു. അയ്യോ, അല്ല അപ്പോൾ ഇന്റർനെറ്റ് വഴിക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ ചെയ്യാമല്ലോ ഈ കാലത്ത്. അതും വേണമല്ലോ. കറക്റ്റ്. ശരിയാണ്. മറ്റേ കുട്ടികളൊപ്പം കളിച്ച് വളരണം. മനസ്സിലായി. അതെ അതെ, ഞാനിവിടെ. And also he conducted a rally from I think Calicut to Trivandrum. Wheelchair. Fantastic. Well done. Well done. Full പേര് ആദ്യം പറയൂ. മുഹമ്മദ് ആസിം. AZIM അല്ലേ? Okay, good. Excellent. 100%. Well done, Muhammad Azim. Right, okay. Yes, here is Aisha Shafrin to hand over her presents. And also Nahila from MJ School to hand over. Yes, this is a presence of love and respect. Then we have Nahila from MJ School Alaitil to hand over her presents. Dr. Munir Sahib, you have a gift. Thank you, Aisha Shafrin and Nahila. Respected Dr. Shashi Tharoor sir, MK Muni sir, a warm good evening to all. Myself Riya Fatima CP. Today we have a great entrance with our Dr. Shashi Tharoor sir. നമുക്കറിയാം, നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അഭിമാനമായൊരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. നാം വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് നാം വിദ്യാർത്ഥികൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തും മറ്റെല്ലാ നിലയിലും നമുക്ക് മാതൃകയാക്കാവുന്ന നമ്മുടെ ഡോക്ടർ ശശി തരൂർ സർ നമ്മുടെ കൂടെ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചു, നമ്മുടെ കൂടെ ഇൻട്രാക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയത്തിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വാല്യുബിൾ ടൈം. ഈ പ്രോഗ്രാമിന് ഔദ്യോഗികമായി നന്ദി അറിയിക്കുന്നതിന് വേണ്ടി എക്സ് ജെൻ ഫോർ നെക്സ്റ്റ് ജെൻ പ്രൊജക്ട് ഡയറക്ടർ, ദ മാൻ ബിഹൈൻഡ് ദ ഷോ, സുബൈർ സാറിനെ ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, now we are going to wind up the session due to the time pressure. Education is the lubricant oil of all development. എല്ലാ ഓഡിയൻസിനും എഴുന്നേറ്റ് നിൽക്കാം. കൺസെപ്റ്റിൻ്റെ ഭാഗമായി ഡോക്ടർ എം കെ മുനീർ വിഷൻ ഓഫ് എഡ്യൂക്കേഷൻ കൊടുവള്ളിയുടെ വിദ്യാർത്ഥി സമൂഹത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. വരാൻ പോകുന്ന 5 വർഷം ഡോക്ടർ എം കെ മുനീർ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പേരൻ്റായി ഒരു മെൻറ്റർഷിപ്പ് എന്നുള്ള മെസ്സേജായി കൺസെപ്റ്റോടുകൂടി ഈ പ്രോഗ്രാം ലോഞ്ചിങ് സെഷൻ ഇന്നിവിടെ അവസാനിക്കുകയും ഇത് യഥാർത്ഥത്തിൽ ഇന്നു മുതൽ 2026 വരെയുള്ള 5 years പ്രോഗ്രാമായി ഇവിടുത്തെ ജനസമക്ഷത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുകയാണ്. താങ്ക് യു ഓൾ.